നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനേ. നമ ആചാര്യപാദായ കൃപാപ്രദായിനേ ഗൗരകദാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण कृष्ण
കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നിപ്പോൾ ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് എടുക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത, ഇത് ഭഗവത്ഗീത തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ഇതേ ശ്ലോകം 9-ാം അധ്യായത്തിൽ 33-ാം ശ്ലോകവും 18-ൽ 65 രണ്ടും സെയിം ശ്ലോകം. അപ്പോൾ ഒരു ശ്ലോകം ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതാണ് സ്ഥാപിക്കുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അർത്ഥം. അത് ചെയ്തിരിക്കണം എന്നാണ്. അതേപോലെ ഒരു ശ്ലോകം 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതേതാണ്? പറഞ്ഞെല്ലാവർക്കും അറിയും. അതല്ല, അതിപ്പോ അത് ഭഗവത്ഗീതയിലല്ല ഞാൻ പറയുന്നത്. പൊതുവേ നമ്മൾ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു ശ്ലോകം എല്ലാവരും പറയാറുണ്ട്. ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. 3 തവണയാണ്. ഹരേർ നാമ ഹരേർ നാമൈവ കേവലം. ഹരിയുടെ നാമം ഹരിയുടെ നാമം ഹരിയുടെ നാമം. ഇതല്ലാതെ കലിയുഗത്തിൽ വേറെ ഒരു വഴിയില്ല. നാസ്തിയേവ, മറ്റൊരു വഴിയില്ല മറ്റൊരു വഴിയില്ല മറ്റൊരു വഴിയില്ല. അത് 1 പ്രാവശ്യം പറഞ്ഞാൽ പോരെ മറ്റൊരു വഴിയില്ല എന്ന്. അത് 3 പ്രാവശ്യം എന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥാപിക്കുക. ഇതല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. എന്തിനു വേണേൽ പോയിക്കോളൂ, ഒരു കാര്യമില്ല. ഹരിനാമത്തിന് മാത്രമേ കലിയുഗത്തിൻ്റെ കൽമഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണത് ആവർത്തിച്ച് പറയുന്നത്. അതേപോലെ ആവർത്തിച്ച ഒരു ശ്ലോകമാണത്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രയോസി മേ. അതല്ലേ 9-ൽ ചെറിയൊരു വരി വ്യത്യാസം ഉണ്ട്. 9:34 എടുക്കുന്നത് 9:34. 9:34 2ാമത്തെ ലൈനിൽ ചെറുത്. മീനിങ് ഒക്കെ ഒന്ന് തന്നെയാണ്, ലൈൻ മാത്രമേ വ്യത്യാസം. എല്ലാവരും ഏറ്റു പാടിക്കോളൂ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. ഈ ശ്ലോകം വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. ഇതൊന്ന് ബൈഹാർട്ട് പഠിച്ചോളൂ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. മന്മനാഭവ മദ്ഭക്തോ
ഇനി ആരാ വായിക്കണ? 1865 വായിക്കൂ. ഇതന്നെ സെയിം, ചെറിയ വ്യത്യാസമുള്ളൂ. 1865. മന്മനാഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. മന്മനാഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. മന്മനാഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. മന്മനാഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. ഹരേ കൃഷ്ണ. ഇതിൻ്റെ അർത്ഥം വായിക്കാം. മന്മന എന്നിൽ തന്നെ മനസ്സുറച്ചവനായി, മദ്ഭക്ത എൻ്റെ ഭക്തനായി, മദ്യാജി എന്നെ ആരാധിക്കുന്നവനായി, ഭവ ഭവിക്കുക, മാ എന്നെ, നമസ്കുരു നമസ്കരിക്കുക, ഏവം ഇപ്രകാരം, മത്പരായണനായി, ആത്മാനം നിന്റെ ആത്മാവിനെ, യുക്ത്വ മുഴുകിച്ചിട്ട്, മാമേവ എന്നെ തന്നെ, ഏഷ്യസി നീ പ്രാപിക്കും. ഇവിടെ പ്രതിജ്ഞ ചെയ്യേണ്ട 65 ചെറിയ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, തേ നിനക്ക് സത്യം ചെയ്തു കൊടുക്കില്ല. സത്യത്തെ പ്രതിജാനെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആരാണ്? കൃഷ്ണ ഭഗവാൻ പ്രതിജ്ഞയുടെ ശ്ലോകമാണ്. എന്താണ്? മേ എനിക്ക് പ്രിയാസി നീ പ്രിയപ്പെട്ടവനാകുന്നു. എന്നെ എങ്ങനെ ചെയ്തു പോയാൽ നീ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. എങ്ങനെ ചെയ്തു പോയാൽ? എന്നിൽ മനസ്സുറപ്പിക്കുക. പറഞ്ഞോളൂ. ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക, എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നുകൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. ബുക്ക് ആരുടെ കയ്യിലുണ്ട്? മാതാജിയുടെ കയ്യിലുണ്ടോ ബുക്ക്? ഇപ്പോൾ കയ്യിൽ ആരുടെ കയ്യിലുണ്ട്? മാതാജിയുടെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വായിക്കണം. അതിനാണ് ഭാവാർത്ഥം. ശോഭനാജിയിലുണ്ട് 34. മൈക്ക് വെച്ച് വായിക്കണേ, എല്ലാവരും കേൾക്കണ്ടേ. ഉറക്കെ വായിക്കണോ അജി? എല്ലാവർക്കും കേൾക്കണേ. ഹരേ കൃഷ്ണ. കഠിനമായ ഈ ഭൗതികത്തിന്റെ കെട്ടുപാടിൽ കൃഷ്ണാവോധങ്ങൾ മറ്റു ഉപായങ്ങളിലെ ഈ ശ്ലോകം ഊന്നിപ്പറയുന്നു. ചില സത്യശീലത്തെ ഭാഷകന്മാർ കൃത്യമായി ഈ അർത്ഥത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സർവസേവനങ്ങളെയും ഭക്തിപൂർവ്വം ഭഗവാൻ കൃഷ്ണനർപ്പിക്കേണ്ടതെന്ന് ഈ പദത്തിൻ്റെ സാരം നിർവഹിച്ചാൽ മേൽപ്പറഞ്ഞ കൂട്ടർ തീരെ അപ്രയോഗമായി എഴുത്താണ് വായനക്കാരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നത്. കൃഷ്ണനും കൃഷ്ണന്റെ മനസ്സും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ഇവർ പറഞ്ഞുകൂടാ. വേറൊരു മനുഷ്യനല്ല കൃഷ്ണൻ. പരമസത്യമാണ്. അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ആത്മാവും ഒന്നാണ്. നിരീശ്വരനാണ് കൃഷ്ണൻ. ചൈതന്യ ചരിതാമൃതത്തിൽ എഴുതിയ അനുഭാഷ്യം എന്ന ടീപ്പാണിൽ ആദിലീല 5:48 ശീലവത്തി സിദ്ധാർത്ഥ സരസ്വതി
പൂർവ്വപുരാണത്തിൽ നിന്നും ഈ വാക്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. ദേവദേഹി വിവേകോയം വിവേകോകം നേശ്വര ഇത്തിവേ വിഖ്യാത ഈശ്വരനായ കൃഷ്ണൻ ദേവു ദേവി എന്നിങ്ങനെ വേദങ്ങളില്ല എന്നർത്ഥം. ഇന്ന് കൃഷ്ണനെ കുറിച്ചുള്ള ഈ ശാസ്ത്രം സാധാരണ ഭാഷക്കാർ അറിയില്ല. അവ കൃഷ്ണനെ ഒളിപ്പിക്കുകയാണ്. ഭഗവാന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിഭജിക്കുകയാണ്. കൃഷ്ണനെ കുറിച്ചുള്ള പൂർണ്ണമായ അജ്ഞതയാണ് ജനങ്ങളെ ഇങ്ങനെ വൈദ്യത്തിലൂടെ ചിലർ മുതലെടുക്കും. മതി. അടുത്ത പാരഗ്രാഫ് വേറെ മാതാജിമാരറിയില്ല. ഉറക്കെ വായിക്കേണ്ടത് എല്ലാവർക്കും കേൾക്കണേ. ആസുര സ്വഭാവികളായ ചിലരുണ്ട്. അവരും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നു. കൃഷ്ണന്റെ മാതുലനായ കംസൻ ചെയ്തിരിക്കുന്നത് പോലെ ഈർഷ്യയോടെ കംസൻ വൈരി എന്ന നിലയിലാണെങ്കിലും കൃഷ്ണനെ സദാ ഓർമ്മിച്ചു പോന്നു. എപ്പോഴാണോ കൃഷ്ണൻ തന്നെ കൊല്ലാൻ വരുന്നതെന്ന് ദയാപ്രാന്തനായിരുന്നു ആ രാജാവ്. അങ്ങനെയുള്ള സ്മരണ നമ്മെ സഹായിക്കില്ല. പ്രേമഭക്തി പുരസ്സരമാവണം കൃഷ്ണനെ സ്മരിക്കുന്നത്. അതാണ് ഭക്തി. കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് നിരന്തരം വളർത്തിയെടുക്കേണ്ടതാണ്. എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? അത് വിശ്വസ്തനായ ഗുരുവിൽ നിന്നും പഠിക്കണം. പരമപുരുഷനാണ് കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമയമാണെന്ന് പലതവണ നാം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനെ കുറിച്ചുള്ള ഇത്തരം സംഭാഷണങ്ങൾ ഒരാളിൽ ഭക്തി ഉളവാക്കാൻ സഹായിക്കും. എന്നാൽ ശരിയായ സ്രോതസ്സിൽ നിന്നല്ലാതെ കൃഷ്ണനെ മനസ്സിലാക്കുന്നത് നിഷ്ഫലം. മാതാജി അടുത്ത ആൾ കൊടുക്കും. അടുത്ത പാരഗ്രാഫ്. അതിനാൽ ഭക്തൻ കൃഷ്ണന്റെ ആദിമവും ശാശ്വതവുമായ രൂപത്തിൽ മനസ്സിലുള്ള കൃഷ്ണന്റെ പരമഭാവത്തിൽ ദൃഢവിശ്വാസത്തോടെ സേവകർമ്മങ്ങളിലേർപ്പെടുന്നു. കൃഷ്ണാരാധനയ്ക്കുതകുന്ന ക്ഷേത്രത്തിൽ ഇന്ത്യയിൽ 1000 കണക്കിലുണ്ട്. അവിടെയെല്ലാം ഭക്തി സേവനവും അനുഷ്ഠിക്കപ്പെടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ കൃഷ്ണന്റെ പ്രണാമം അർപ്പിക്കണം. വിഗ്രഹത്തിന് മുന്നിൽ തല കുനിക്കുകയും തന്റെ ശരീരത്തെയും മനസ്സിലെയും കർമ്മങ്ങളെയും എല്ലാം കൃഷ്ണാർപ്പണമായി തീർക്കുകയും വേണം. അങ്ങനെ വ്യക്തിയിലെത്തിപ്പെടുന്ന വിധം കൃഷ്ണനെ സ്വയം മുഴുകിയിരിക്കാൻ കഴിയും. അത് കൃഷ്ണലോകപ്രാപ്തിക്ക് സഹായിക്കും. സ്വപ്നദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാരെ പിന്തുടർന്ന് വഴി തെറ്റിപ്പോകരുത്. കൃഷ്ണകഥകളുടെ ശ്രവണം, കീർത്തനം മുതലായ 9 ഭക്തിഭരിതമായ മനുഷ്യവർഗത്തിന്റെ ഉത്കൃഷ്ടമായ നേട്ടം. അടുത്ത മാതാജി. ഗവേഷണപരമായ ജ്ഞാനം, അഷ്ടാംഗയോഗം, കാമ്യകർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തമായ ശുദ്ധഭക്തി സേവനത്തെയാണ് 7ഉം 8ഉം അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. തികച്ചും പരിശുദ്ധി നേടാത്തവർ നിരാകാര ബ്രഹ്മജ്യോതിസിലും സ്ഥാനീയ പരമാത്മാവിലും ആകൃഷ്ടരായി പോകുന്നു. എന്നാൽ ശുദ്ധഭക്തൻ നേരിട്ട് ഭഗവാനെ സേവിക്കുന്നു. കുറച്ചല്ലോ. കൃഷ്ണനെ പറ്റി സുന്ദരമായൊരു കവിതയുണ്ട്. ദേവാതാരകരെ എല്ലാം മൂഢന്മാരാണെന്നും അവർക്കൊരിക്കലും കൃഷ്ണന്റേതായ അത്യുത്കൃഷ്ടോപകാരം നേടാനാവില്ല എന്നും അതിൽ വ്യക്തമാക്കുന്നു. ആരംഭത്തിൽ ചിലപ്പോൾ ഒരു ഭക്തൻ ഉന്നത നിലവാരത്തിൽ നിന്ന് താഴെ വീണേക്കാം. എങ്കിലും ആ നിലയിലും എല്ലാ തത്വചിന്തകളെക്കാളും യോഗികളെക്കാളും ഉത്കൃഷ്ടനാണ് അയാൾ. എപ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാളെ ശരിയായ സാധുവായി തന്നെ കരുതണം. ഭക്തര് ചെയ്യാത്ത പ്രക്രിയകൾ യാദൃശ്ചികമായി അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ക്രമേണ അത്തരം പിഴകൾ ചുരുങ്ങി വരും. സംശയമന്യേ ഭക്തൻ തികച്ചും പൂർണ്ണത നേടുകയും ചെയ്യും. വാസ്തവത്തിൽ തികവുറ്റ ഭക്തന് വീഴ്ച പറ്റുന്നത് എളുപ്പമല്ല. ഭഗവാൻ സ്വയം തന്റെ ഭക്തന്മാരെ കാക്കുന്നുണ്ടല്ലോ.
ബുദ്ധിമാനായ മനുഷ്യൻ നേരെ കൃഷ്ണാവബോധ പ്രക്രിയയിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ ഈ ഭൗതിക ലോകത്തിലും അയാൾക്ക് സന്തുഷ്ടനായി ജീവിക്കാം. അവസാനം കൃഷ്ണന്റെ ഉത്കൃഷ്ടോപകാരം നേടുകയും ആവാം. രാജവിദ്യ രാജബുദ്ധിമ യോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണ പ്രകാരം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ എന്താ പറഞ്ഞത് ഭഗവാൻ ഇവിടെ? ഭഗവാൻ പറയണതാണ് നമുക്ക് തരുന്ന നിർദ്ദേശമാണ്. ഇത് നമ്മൾ പാലിച്ചാലാണ്, അതായത് അച്ഛനും അമ്മയും പറയുന്നത് കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അനുസരിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് വീഴ്ച പറ്റില്ല, അവർ കറക്റ്റ് സ്ഥലത്തെത്തും. ടീച്ചർ പറഞ്ഞ അനുസരിച്ച് കുട്ടികൾ നന്നാവും. അതുപോലെ ഈശ്വരൻ പറഞ്ഞ അനുസരിച്ച് ജീവാത്മാക്കൾ നന്നാവും. അല്ലാത്തവർക്ക് വീഴ്ച പറ്റും അല്ലേ? വീണ്ടും വീണ്ടും പുനരഭിജനനം, മരണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൃഷ്ണൻ നമുക്ക് എങ്ങനെ ജീവിക്കണം തന്നിട്ടുള്ള നിർദ്ദേശമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിൽ പ്രധാനപ്പെട്ട സെയിം 2 ശ്ലോകമാണ് പറയണത്. എന്താ പറഞ്ഞിരിക്കുന്നത്? മന്മനാ ഭവ മദ്ഭക്ത, നീ എൻ്റെ ഭക്തനാവുക. എന്താ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? നാട്ടുകാരുടെ ഭക്തനാവാൻ, പൊളിറ്റീഷ്യൻസിന്റെ ഭക്തനാവാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ? രാജ്യത്തിന്റെ ഭക്തനാവാൻ പറഞ്ഞിട്ടില്ല. രാജ്യസ്നേഹികളാവാൻ ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ? നിങ്ങൾ മലയാളിയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊന്നും ആവാൻ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ഭക്തനാവുക, കൃഷ്ണന്റെ, എൻ്റെ മീൻസ് കൃഷ്ണന്റെ ഭക്തനാവുക. പിന്നെ ആരാണ് ആരാധിക്കേണ്ടത്? ഇവിടെ ഏറ്റവും നല്ല പൈസക്കാരെ അല്ലെങ്കിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ ആരാധിക്കണം. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? എന്നെ ആരാധിക്കുക, കൃഷ്ണനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്താൽ മതി. ഭഗവാൻ എന്ത് പറഞ്ഞോ അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരാപത്തും നമുക്ക് പറ്റില്ല. അടുത്തെന്താ പറയുന്നത്? എന്നെ പ്രണമിക്കുക. എന്തൊരാവശ്യമാണ് ഭഗവാൻ അല്ലേ? എന്നെ മാത്രം, ബാക്കി എങ്ങോട്ട് പോകണ്ട അല്ലേ? അതാണ് എന്നെ മാത്രം, എൻ്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക, എന്നെ പ്രണമിക്കുക. നമ്മൾ വളച്ചൊടിക്കരുത് ഇതിനൊന്നും. അത് ഉദ്ദേശിക്കുന്നത് എവിടെ പോയാലും ഇങ്ങനെ തന്നെ, ഭഗവാൻ തന്നെ എല്ലാം ഒന്നെന്നെ ഉള്ളി, എല്ലാവരും ഒന്നല്ല, അങ്ങനെ ഒന്നും ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. എല്ലാം ഒന്നൊന്നുമല്ല. കൃഷ്ണൻ തന്നെയാണ്, ബാക്കിയുള്ളവർ അവരുടെ സെർവൻസ് തന്നെയാണ്. സെർവൻസിനെ ആരാധിക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താ പറയുക? സെർവൻസിന്റെ നിർദ്ദേശം അനുസരിച്ച് ഭക്തിയുദ്ധസേവനം ചെയ്യാം, ഓക്കെ. ആരാധിക്കാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ആരാധിക്കേണ്ട ആരെയാണ്? ഭഗവാനെ, കൃഷ്ണനെ. ഇത് വഴിതെറ്റി ആരും പോകരുത്, പോയിട്ട് കാര്യമില്ല. അത് ഞാൻ അവിടെ തന്നെ പറയാം. നമ്മൾ വിചാരിക്കും ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ സംഭവങ്ങളൊക്കെ നേടിയെടുക്കാമെന്ന്. അങ്ങനെ പോയവർക്കൊന്നും ഒന്നും നേട്ടം ഉണ്ടായിട്ടില്ല, നേട്ടം ഉണ്ടാവാനും പോണില്ല. ഭഗവാനേക്കാൾ മീതെ അവിടെ ആരുമില്ല. പിന്നെ എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? തീർച്ചയായിട്ടും നിനക്ക് എന്നെ പ്രാപിക്കാം. നിങ്ങളിനി വ്യതിചലിച്ച് പോയിക്ക് നോക്കിക്കോളൂ, കുറച്ച് വർഷം നടന്നു നോക്കൂ, എന്താണ് സംഭവിക്കുന്നത്. വെച്ചാൽ മൂക്ക് മുത്തി വീണ്ടും താഴെ വീണ്ടും കൃഷ്ണനെടുത്തേക്ക് തന്നെ വരും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ കൃഷ്ണനെ അഭയം പ്രാപിക്കുക. മാത്രമല്ല ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്താണ്? എപ്പോഴും എന്നെ ഓർക്കുക. ഭഗവാൻ പറയുന്നത് സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുജിത്. എപ്പോഴും എന്നെ ഓർക്കുക. സ്മർത്തവ്യം സതതം, എന്നെ ഓർക്കുക അല്ലെ? വിസ്മർത്തവ്യം, ഒരിക്കലും എന്നെ മറക്കരുത് എന്ന്. ഇതാണ് ഭഗവാന്റെ ആവശ്യം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്, അതാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? പിന്നെന്താണ്? എൻ്റെ ഭക്തനാവുക. നിങ്ങൾ വേറെ ആരുടെയും ഭക്തനാവരുത്. ആരുടെ ഭക്തനാവുക? എൻ്റെ ഭക്തനാവുക. എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക, നമസ്കരിക്കുക ഭഗവാനെ കണ്ടല്ലേ. ഇങ്ങനെ ചെയ്തു പോകുന്നത് നിശ്ചയമായിട്ട് നിനക്ക് എന്നെ പ്രാപിക്കാം, ഇല്ലെങ്കിൽ നിനക്ക് എന്നെ പ്രാപിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ എന്തൊക്കെ ഡെഫിനേഷൻ എഴുതിയോ കാര്യമില്ല. ഭഗവാൻ പറഞ്ഞ ഡെഫിനേഷനാണ് കറക്റ്റ് അല്ലേ? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്ത് പറയുന്നോ അതാണ് ധർമ്മം. നമ്മൾ പറയണ ഒന്നും ധർമ്മമല്ല. ഭഗവാൻ എന്താ പറഞ്ഞിരിക്കണേ? എന്നെ ആരാധിച്ചാൽ, എന്നെ മാത്രം ആരാധിച്ചാൽ, എന്നിൽ മുഴുകിയാൽ മാത്രമേ നിനക്ക് എന്നെ പ്രാപിക്കാൻ പറ്റില്ല. അതിന് വ്യതിചലിച്ചാൽ നീ എവിടെയാണോ മാറിയത് അവിടേക്ക് പോകേണ്ടി വരും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പിന്നെ ഞാൻ തീർത്ത് പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഇങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ പ്രിയോ അസ്തിമേ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നാ പറഞ്ഞത് അല്ലേ? ഇവിടെ നമുക്ക് ഈ ലോകത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് മുക്തനാവണമെങ്കിൽ മുക്തനാവണം ആദ്യം അല്ലേ? ഈ മലിനമായ പേപ്പർ എടുത്ത് നോക്കി അറിയാം മലിനമാണോ അല്ലോ എന്നുള്ളത്. ഡെയിലി പേപ്പർ, ഫേസ്ബുക്ക് ഒക്കെ നോക്കി അറിയാം. ഈ ലോകത്ത് മലിനമായ ജീവിതമാണ് എല്ലാവരും അല്ലേ? ഈ കെട്ടുപാടിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? കൃഷ്ണാബോധം, കൃഷ്ണഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ, വേറൊരു ഉപായം ഇല്ല. കലോ നാസ്തേവ 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 ഗതി അന്യത. കലിയുഗത്തിൽ മറ്റൊരു വഴിയില്ല. അത് സാക്ഷാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആള് പറയാണ് അത് വേറൊരു വഴിയില്ല. നമ്മൾ പറയണ വേറെ വഴികളൊക്കെ ഉണ്ടെന്ന്. നമ്മൾ ഒരു അംശം ഭഗവാന്റെ കേവലം ഒന്നിനും അല്ലേ, ഒരു വളരെ ഏറ്റവും താഴ്ന്ന ഒരു അംശമായ നമ്മൾ പറയും അത് ഭഗവാൻ അതൊക്കെ പലതും പറയും, എനിക്ക് കുറേ വഴികളുണ്ട് അല്ലേ? എന്നിട്ട് പറഞ്ഞാൽ പല വഴികൾ തേടിപ്പോവും. അതൊന്നും ശാശ്വതമല്ല.
തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാർ ഇതിനെ വളച്ചൊടിക്കുന്നു. കൃഷ്ണന്റെ രൂപമില്ല, കൃഷ്ണന്റെ ഇതിനെയല്ല ആരാധിക്കേണ്ടത്, കൃഷ്ണനുള്ള വ്യക്തിയെയല്ല ആരാധിക്കേണ്ടത്, കൃഷ്ണന്റെ ഉള്ളിലുള്ള ആത്മാവിനെയാണ് ആരാധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വഴിതെറ്റിക്കും. കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ പരമസത്യമാണ്. അദ്ദേഹത്തിന്റെ ശരീരം വേറെ, മനസ്സ് വേറെ, ആത്മാവ് വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാം അതീന്ദ്രിയാണ് ഭഗവാന്റെ ശരീരം അല്ലേ, ഭഗവാന്റെ മനസ്സും ആത്മാവും ഒക്കെ അതീന്ദ്രിയമാണ്. നമ്മളെപ്പോലല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം വേറെ, ആത്മാവ് വേറെ തന്നെയാണ്. നമ്മുടെ ശരീരം ഭൗതികവും നമ്മുടെ ആത്മാവ് ആത്മീയമാണ്. അത് സത്യമാണ്. പക്ഷെ കൃഷ്ണ ഭഗവാന്റെ അങ്ങനെയല്ല. അദ്ദേഹം ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോഴും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ എങ്ങനെയാണ് അതീന്ദ്രിയമായിട്ട് തന്നെ വരവും പോക്കൊക്കെ അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വേറെ വ്യക്തിത്വമില്ല. പക്ഷെ ഇവിടെ എന്ത് പറയുന്നു, പല ആളുകളും വളച്ചൊടിക്കും. എന്താണ്, ഭഗവാനിലെ കൃഷ്ണൻ എന്നുള്ള വ്യക്തി ശരീരത്തിനെ എല്ലാം നിങ്ങൾ അതിന്റെ ആത്മാവിലെയാണെന്നൊക്കെ പറഞ്ഞ് മൊത്തം വഴിതെറ്റിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. കാരണം ഭഗവാൻ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം പരമസത്യമാണ്. സത്യം സത്യം പരമസത്യം. എന്താണ്, ഹരേ നാമൈവ കേവലം അല്ലേ, സത്യം. ഒന്ന് മാത്രമേ ഇവിടെ സത്യമുള്ളൂ. ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം. അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഒന്നാണ്, നിരപേക്ഷമാണെന്ന് പറയണം. ഇവിടെ കൂർമ്മ പുരാണത്തിലൊക്കെ പറയുന്നുണ്ട്, ഈശ്വരനായ കൃഷ്ണനിലെ ദേഹം ദേഹി എന്നുള്ള വ്യത്യാസം ഇല്ലാന്ന്. നമുക്കുണ്ടോ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ കൃഷ്ണനിലില്ല. അത് പ്രത്യേകം പ്രഭുപാദ് നമുക്ക് എഴുതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനെ ഒളിപ്പിക്കുകയാണെന്ന്. കൃഷ്ണനെ പറഞ്ഞു കൊടുക്കില്ല. അത് ഒളിപ്പിച്ച് വെച്ചിട്ട് വേറെന്തൊക്കെയോ കുറേ ശ്ലോകങ്ങളൊക്കെ പറയും, എല്ലാം പറയും. അവസാനം കൃഷ്ണന് രൂപമില്ല, എല്ലാവരും അതിൽ ലയിച്ചങ്ങനെ ചേരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലാണ്ട് മൊത്തം കൊളാക്കി വെക്കും. അത് ജനങ്ങളെ ശരിക്കും കബളിപ്പിക്കണത് അല്ലേ, ശരിയായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റും. കൃഷ്ണന് രൂപമുണ്ട്, ആ രൂപം എന്താണെന്ന് ഈ 1865 പറഞ്ഞിട്ടുണ്ട്. ഏത് രൂപത്തെയാണ് ആരാധിക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട് പ്രഭുപാദ്. നമ്മൾ നമ്മുടെ ഇഷ്ടമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം പ്രഭുപാദ് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ ചില ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കംസൻ എങ്ങനെയാണ് ചിന്തിച്ചു പറഞ്ഞാൽ, ഭഗവാനുള്ള ദേഷ്യം വൈരാഗ്യം കൊണ്ട് കൃഷ്ണനെ കൊല്ലും, അതുകൊണ്ട് കൃഷ്ണൻ എനിക്ക് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യഭാവത്തിലാണ് ആരാധിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആരാധിച്ചാൽ നമുക്ക് നല്ല ശരിയായ ഫലം കിട്ടില്ല എന്ന്. ഇങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ കൃഷ്ണനെ തന്നെ സ്മരിക്കണമുണ്ട്, അവർക്ക് മുക്തി കിട്ടും, ഉറപ്പാണ്. മുക്തി കിട്ടിയിട്ട് കാര്യമില്ല. മുക്തരായ ഒരുപാട് ജീവാത്മാക്കളുണ്ട്. നമുക്ക് വേണ്ടത് ഭഗവാന്റെ കൂടെയുള്ള അല്ലേ ഭക്തിയുത സേവനം, ഭഗവാന്റെ കൂടെ നടക്കണം. അടിപ്പടി ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ സാമീപ്യത്തിൽ ഇരുന്നിട്ട് അല്ലേ നമുക്ക് സേവനം ചെയ്യണം. അതാണ് വ്യക്തിത്വം വേണം നമുക്ക് ഭഗവാന്റെ ഓരോ ബന്ധത്തിൽ വന്നിട്ട്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഭഗവാന്റെ ശത്രുഭാവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നേട്ടം ഉണ്ടാവില്ല. ഭഗവാന്റെ കൈകൊണ്ട് മരിച്ച എല്ലാ അസുരന്മാർക്കും മുക്തി കിട്ടിയിട്ടുണ്ട്. അപ്പം മുക്തി പറഞ്ഞത് വലിയൊരു കാര്യമല്ല ഭക്തിയുടെ ഇടയിൽ. മുക്തി വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് മുക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എളുപ്പം കിട്ടില്ല, മുക്തി പെട്ടെന്ന് കിട്ടും. ഭക്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതുപോലെ ചെയ്യണം, ഭഗവാൻ പറഞ്ഞ പോലെ ചെയ്യണം. അതാണ് പറഞ്ഞത്. ഇനി ഇത് എങ്ങനെ പഠിക്കണം? നമുക്ക് കൃഷ്ണനെക്കുറിച്ച്, കൃഷ്ണനെ പ്രേമപൂർവ്വം സേവനം ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ശത്രുഭാവത്തിൽ കൃഷ്ണനെ നമ്മൾ പ്രാപിക്കരുത്. അങ്ങനെ ശത്രുഭാവത്തിൽ കൃഷ്ണനെ സേവനം ചെയ്തവരെ അറിയാമോ? പൂതന അല്ലേ, കംസൻ, പൂതന, പിന്നെ രാവണൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഇതൊക്കെ ശത്രുഭാവത്തിൽ സദാ സ്മരിച്ചിരുന്നു. നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ ഒരാളെ നല്ല ഓർമ്മ വരും അല്ലേ, നന്നായി വെറുത്ത് കഴിഞ്ഞാലും ഓർമ്മ വരും, നല്ല ഇഷ്ടമുണ്ടെങ്കിലും ഓർമ്മ വരും. നല്ല ഇഷ്ടമുള്ള വ്യക്തികളെ നമ്മൾ സദാ ഓർക്കും, വെറുപ്പുള്ള വ്യക്തികളെ സദാ ഓർക്കും. ഇതാണ് കംസന് വെറുപ്പായിരുന്നു. കംസനും രാവണനും കൃഷ്ണനെ വെറുപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടുമില്ല അല്ലേ. നമ്മളെ പെട്ടുപോയി എന്താ വെച്ചാൽ നമുക്ക് ഭഗവാനോട് വലിയ അനുരാഗവും ഇല്ല, വെറുപ്പും ഇല്ല. അപ്പൊ ഗോലോകത്ത് പോവില്ല അല്ലേ, ഗോലോക മുക്തിയൊന്നും കിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്സ്വഭാവം മാത്രം പോരാ, സത്സ്വഭാവം വേണം, നല്ലതാണ്. പക്ഷെ അത് ദുന്ദുകാരിയുടെ കഥയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഭാഗവത മഹാത്മ്യത്തിൽ ദുന്ദുകാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നമ്മളല്ലേ. ഈ ദുന്ദുകാരി എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയ്യാൻ പറ്റാത്ത സർവത്ര വളർതായാലും ചെയ്ത ഒരാളായിരുന്നു ദുന്ദുകാരി. അതായത് അച്ഛനമ്മയും നോക്കാണ്ട് നശിപ്പിച്ചു, വേശ്യാസ്ത്രീകളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ മദ്യം, അങ്ങനെ എന്തൊക്കെ ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത അതൊക്കെ ചെയ്ത ആളാണ് ദുന്ദുകാരി. ദുന്ദുകാരി അങ്ങനെ മരിച്ചുപോയി, പ്രേതാത്മാവായി. കാരണം ചെയ്ത ദോഷം കാരണം പ്രേത രൂപത്തിൽ നിൽക്കുന്ന ആൾക്ക്. ആളുടെ അനിയനാണ് ആരാണ്? ഗോകർണൻ നല്ല ഭക്തനുമായിരുന്നു. അപ്പോൾ ഈ ദുന്ദുകാരി വന്നിട്ട് മരിച്ചു പോയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ചെയ്ത പ്രശ്നങ്ങൾ. ശരീരം കിട്ടണില്ല, ആത്മീയ ശരീരമില്ല, ഭൗതിക ശരീരമില്ല. വിശക്കുണ്ട്, കഴിക്കാൻ പറ്റുമോ? ശരീരമില്ല. എന്തെങ്കിലും പറയണമെന്നുണ്ട്, പറയാൻ പറ്റുമോ? ശരീരമില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ഭൗതികമായിട്ട് നമുക്ക് സംസാരിക്കാം, ആത്മീയ ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ശരീരം ഇല്ലെങ്കിൽ പ്രേത രൂപത്തിൽ നിൽക്കണം.
ഇദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അനിയനെ വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. ആരനെ? ഗോകർണനെ. എനിക്ക് മുക്തി കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ആ ഗോകർണൻ പോയിട്ട് ഗയയിലൊക്കെ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരുപാട് പുണ്യസ്ഥലങ്ങളിൽ പോയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു. ഒരു രക്ഷയില്ല. ദുന്ദുകാരി ചെയ്ത അപകടം കൂടുതലായതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ട് മൂപ്പർക്ക് മുക്തി കിട്ടണില്ല. അവസാനം ഈ ദുന്ദുകാരി വന്നിട്ട് ഇങ്ങനെ പറയാൻ മതി, സഹോദര എനിക്ക് വയ്യ, അത് നിൽക്കാൻ പറ്റില്ല, നീ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യും എന്നെ പറയും. അങ്ങനെ നമ്മുടെ ആരാണ് ഗോകർണൻ പോയിട്ട് മഹാഭക്തന്മാരോട് അന്വേഷിക്കണം എന്താ ചെയ്യേണ്ടത്. അപ്പോൾ പറയുന്നത് ഭാഗവത സപ്താഹം നടത്താൻ പറയും. അങ്ങനെ ഭാഗവത സപ്താഹം നടത്തണം. അതിന് വലിയൊരു ആചാര്യനൊക്കെ വന്ന് ഒരുപാട് സജ്ജനങ്ങൾ വന്ന് അവിടെ ഇരുന്നു ഭാഗവതം കേൾക്കാനായിട്ട്. അപ്പോൾ ഈ ഭാഗവത ആചാര്യൻ്റെ ഒരു സന്യാസ ദണ്ഡിൽ ഒരു 7 ശൽക്കങ്ങളൊക്കെ ഉണ്ട്, മുളവടി പോലത്തെ. അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദുന്ദുകാരി പറഞ്ഞു, ഞാൻ എവിടെ ഇരുന്നില്ല ഈ ഭാഗവതം കേൾക്കാം, നീ ആ ശൽക്കങ്ങളിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ദുന്ദുകാരി ഇരുന്ന് കേൾക്കുകയാണ്. ഇദ്ദേഹം ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ശൽക്കങ്ങൾ പൊട്ടും. അപ്പോൾ ദുന്ദുകാരി ആയിട്ട് മോളിൽ പോവും ഈ സന്യാസ ദണ്ഡിൽ. അങ്ങനെ 7ാമത്തെ ദിവസമായപ്പോൾ 7ാമത്തെ ശൽക്കം പൊട്ടി. ദുന്ദുകാരി ശരിക്കും ആത്മീയ രൂപം സ്വീകരിച്ച് വൈകുണ്ഠ ലോകത്ത് നിന്ന് രഥം വന്ന് ദുന്ദുകാരിനെ കൊണ്ടുപോകണത് ഇതെല്ലാവരും കാണും. അപ്പോൾ മറ്റുള്ളവരൊക്കെ ചോദിക്കും, ഞങ്ങളും ഇത് 7 ദിവസം കേട്ടില്ലേ എന്ന്, ഞങ്ങളൊന്നും പോയില്ലേ ചോദിക്കും. ഇവിടെയാണ് നമ്മുടെ തീവ്രമായിട്ടുള്ള ശ്രവണങ്ങൾ. അദ്ദേഹം അതായത് ദുന്ദുകാരിക്ക് മറ്റൊരു വഴിയില്ല, ഗതിയില്ല, പ്രേതരൂപത്തിൽ നിൽക്കുകയാണ്, നിവൃത്തിയില്ല അല്ലേ, ഭഗവാനെ കിട്ടിയേ പറ്റൂ. അങ്ങനത്തെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ദുന്ദുകാരി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദുന്ദുകാരിക്ക് ഭഗവാനെ കിട്ടിയത് അല്ലേ. ഇത്രയൊക്കെ ദോഷങ്ങൾ ചെയ്താൽ കൂടിയും തീവ്രമായിട്ടുള്ള സ്മരണ കാരണം അദ്ദേഹത്തിന് ഭഗവാനെ നേടാൻ പറ്റും. മറ്റ് സജ്ജനങ്ങൾ സാത്വികരാണ്, പക്ഷെ അവർക്ക് തീവ്രമായ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ബോധത്ത് പോകാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാനോട് ഭയങ്കര തീവ്ര ഭക്തി വളർത്തിയെടുക്കണം. അതായത് ഒന്നല്ലെങ്കിൽ നമുക്ക് വളരെ പ്രേമം ഉണ്ടാവണം അല്ലേ. മറ്റേ കംസന്റെ ഇവിടെ നമുക്കിവിടെ പ്രോത്സാഹിപ്പിക്കില്ല പ്രഭുപാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായ ഒരു രീതിയല്ലാന്ന്. പക്ഷെ നമുക്ക് കംസന്റെ പോലും ഇല്ല എന്നുള്ളതാണ്. കംസൻ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിലും കൃഷ്ണനെ കാണും, കുടിക്കാൻ വെള്ളം എടുക്കുമ്പോൾ പേടികൊണ്ടേ കൃഷ്ണനെ കാണുന്നത്, കർട്ടൻ നോക്കുമ്പോൾ കർട്ടനിലെ കൃഷ്ണൻ, ഉറങ്ങാൻ പറ്റില്ലേ, ബെഡ് നോക്കുമ്പോൾ ബെഡിലെ കൃഷ്ണൻ, എവിടെയും ശംഖചക്രധാരിയായിട്ടുള്ള കൃഷ്ണനെ കാണുമ്പോൾ ഭയപ്പം എന്നെ കൊല്ലുന്ന് പേടിച്ചിട്ട് കണ്ണടച്ചാൽ കണ്ടു പറഞ്ഞപ്പോൾ നമ്മുടെ നാരദമുനി ഇത് കണ്ടിട്ട് ഇതൊരവസ്ഥയാണ്, ഇദ്ദേഹത്തിന് ഭഗവാനെ കിട്ടുമല്ലോ, ആ അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. കാരണം കണ്ണടച്ചാലും കണ്ണു തോന്നാലും കൃഷ്ണമയമാണ്. ആ ശംഖചക്രധാരിയായിട്ടുള്ള കൃഷ്ണന് മാത്രമാണ് കംസൻ കാണുന്നത്. ആ രീതിയിലെത്തി. അപ്പോൾ ഭഗവാനോട് ചോദിക്കും, ഭഗവാനെ ഇവൻ എന്തൊരു ഭാഗ്യവാനാണ്, ഇത്രയും ദോഷം ചെയ്തിട്ടും അങ്ങേ മാത്രം സ്മരിച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അവനെ, പക്ഷെ അവന് മുക്തി തീർച്ചയാണ്, പക്ഷെ അവൻ പ്രേമ പുരസ്കാരം അല്ലേ, എന്നെ ഭജിച്ചിരുന്നെങ്കിൽ അവന് പേഴ്സണലി എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് മുക്തി മാത്രം കിട്ടിയിട്ട് ബ്രഹ്മജ്യോതിയിൽ പോയി നിൽക്കാനേ പറ്റുള്ളൂ കംസൻ അല്ലെ, ശത്രുഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രഭുപാദം നമ്മൾ പ്രേമഭാവത്തിൽ കൃഷ്ണനെ, അത് നമ്മുടെ അർജുനൻ, യശോദ അല്ലേ, ഹനുമാൻ സ്വാമി അങ്ങനെയുള്ളവരെ പോലെ പ്രേമഭാവത്തിലായിരിക്കണം നമ്മൾ കൃഷ്ണനെ സേവിക്കേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട്. ഇനി കൃഷ്ണന്റെ ഏത് രൂപത്തെ, ആദിമമായിട്ടുള്ള രൂപത്തിനെ ആണ് നമ്മൾ സ്മരിക്കേണ്ടത്. ശ്യാമസുന്ദര രൂപം, ആദിമ രൂപം. അതിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഏത് രൂപമാണ് അത് ഞാൻ അടുത്ത കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഇവിടെ കുറച്ച് കൃഷ്ണൻ്റെ നമ്മൾ ഒരുപാട് അമ്പലങ്ങളിൽ പോകുമ്പോൾ കൃഷ്ണനെ കാണാൻ പറ്റും. കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും അല്ലേ, ദണ്ഡവത് നമസ്കാരം, പ്രഭുക്കന്മാർ മാതാജിമാർ ഇങ്ങനെ പഞ്ച നമസ്കാരം എന്ന് പറയും. മുട്ടുകുത്തിയിട്ട് നമസ്കരിക്കണം. ഇങ്ങനെ നമ്മളെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമസ്കരിക്കുക. പിന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം കൃഷ്ണന് സമർപ്പിക്കുക, കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞിട്ട് അല്ലേ, നമ്മളെല്ലാം കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാന് സമർപ്പിക്കാം. ഇങ്ങനെ പിന്നെ 9 തരത്തിലുള്ള ഭക്തിയിൽ ഏർപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. നവവിധ ഭക്തി. എന്തൊക്കെയാണ് നവവിധ ഭക്തി? നവവിധ ഭക്തി സ്മരണം അല്ലേ, അർച്ചന, വന്ദനം, ദാസ്യം, സഖ്യം, നിവേദനം, ശ്രവണം അല്ലേ. ശ്രവണം പറഞ്ഞാൽ എന്താ? കേൾക്കുക. ശ്രവണം ചെയ്ത് മുക്തനായ മുക്തനായ എന്ന് പറയാൻ പറ്റിയത് ഭക്തനായ ഒരു വ്യക്തിയുടെ പേര് പറയൂ. ശ്രവണം ചെയ്തിട്ട്, ശ്രവണം ഭാഗവതം പഠിക്കാനേ കാരണം ആളാണ് ഓർമ്മ. ശ്രവണം പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം കേട്ടിട്ട് മുക്തനായെന്ന് പറയുമ്പോൾ ഒരു വിഷമം. മുക്തി പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന സാധനം. അടുത്ത കീർത്തനം ചെയ്തിട്ട് ആരാണ്? കീർത്തനം ശുഗമഹർഷി കീർത്തനം. ശ്രവണം, കീർത്തന, സ്മരണം
ഭക്തപ്രഹ്ലാദ് സ്മരണം എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കല്ലേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെയാണ് അദ്ദേഹം സ്മരിച്ചിട്ടാണ് അദ്ദേഹം ഭക്തനായത്. ശ്രവണം, കീർത്തനം, സ്മരണം, പിന്നെന്താണ് അർച്ചനം. അർച്ചനം ആരാണ്? അക്രൂരം. അക്രൂരാണ് അർച്ചനം എന്ന് പറയുന്നത്. വന്ദനം അക്രൂരനാണ് അർച്ചനം പൃഥു അല്ലേ? വന്ദനമാണ് അക്രൂരൻ. അർച്ചനം, വന്ദനം. ദാസ്യം അർച്ചനം പൃഥു മഹാരാജാവ്, വന്ദനം അക്രൂരൻ. ദാസ്യം ഹനുമാൻ. സഖ്യം അർജുനൻ. ദാസ്യം, സഖ്യം. ആത്മനിവേദനം ബലി മഹാരാജ. ആത്മനിവേദനം ബലി ചക്രവർത്തിയാണ് പൂർണ്ണമായിട്ടും തന്നെ സമർപ്പിച്ചത്. അപ്പം ഈ 9 പ്രക്രിയയിലൂടെ നമുക്ക് ഭഗവാനെ സ്മരിക്കുന്നത് മുഴുവനും ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി. ഈ മുഴുവനും ചെയ്തൊരു ഭക്തനുണ്ട്. അതാരാണ്? 9 മാർഗവും ഒരുമിച്ച് ചെയ്ത ആളാരാണ്? എല്ലാവർക്കും അറിയണം, മറന്നുപോയിട്ടാണ്. അംബരീഷ് മഹാരാജ് അല്ലേ? അല്ല, അദ്ദേഹത്തിൻ്റെ ചെവി കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ കഥകൾ കേട്ടു. കണ്ണുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹങ്ങൾ കണ്ടു അല്ലേ? മൂക്കുകൊണ്ട് ഭഗവാന് സമർപ്പിച്ച പൂക്കള് മണത്തു അല്ലേ? പിന്നെ വായിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഭഗവാന് സമർപ്പിച്ച പ്രസാദം ഭക്ഷിച്ചു, തുളസി അർപ്പിച്ച പ്രസാദം കഴിച്ചു. പിന്നെന്താണ്? പിന്നെ കൈകൾ കൊണ്ട് ക്ഷേത്രങ്ങൾ ശുചിയാക്കി, ക്ഷേത്രങ്ങൾ വൃത്തിയാക്കി. ഭഗവാന്റെ കാലുകൊണ്ട് എവിടെയാണോ കൃഷ്ണക്ഷേത്രങ്ങൾ അവിടേക്ക് നടന്നു അല്ലേ? അതാണ് അത് നമ്മുടെ 4-ാം അധ്യായം 2-ാം അധ്യായത്തിൽ 68-ാം ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ അവയവങ്ങളും എങ്ങനെയാണ്. തല, അദ്ദേഹത്തിൻ്റെ ശിരസ് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്തകൾ മുഴുവൻ കൃഷ്ണ സേവനത്തിനായിട്ട് സമർപ്പിച്ചു. ആഗ്രഹങ്ങൾ മുഴുവൻ കൃഷ്ണന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളായിട്ട് മാറി. ഇപ്പം നമുക്ക് അങ്ങനെയല്ലേ? ആഗ്രഹങ്ങൾ മുഴുവൻ അങ്ങനെയല്ലേ? കൃഷ്ണന് വേണ്ടി വൃന്ദാവനത്തിൽ പോകണം, അടുത്ത ആഗ്രഹം. അതിനുവേണ്ടി പൈസ കണ്ടുപിടിച്ചു, ഇതൊക്കെ ചെയ്തു. ഇതെന്താണ്? കൃഷ്ണാബോധാണ് അല്ലേ? അല്ല, നമുക്ക് ഇനിയിപ്പോൾ കൃഷ്ണന് വേണ്ടി അമ്പലത്തിന് വേണ്ടി അതിനു വേണ്ടി ഭൂമി കാര്യങ്ങൾ, അതിനു വേണ്ടി പരിശ്രമിക്കും. ആഗ്രഹങ്ങളെല്ലാം കൃഷ്ണന് വേണ്ടിയായിട്ട് മാറി. അങ്ങനെയാണ് ഭക്തരുടെ ആഗ്രഹങ്ങൾ. പ്രണമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നവവിധ ഭക്തി എന്ന് പറയുന്നത്. ഇനി 18-ൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകണം. 1865 ഏത് രീതിയിലാണ്, അതായത് തികച്ചും കൃഷ്ണന്റെ ശുദ്ധ ഭക്തനാവുക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? കൃഷ്ണ ഭഗവാന്റെ ശുദ്ധ ഭക്തനാവുക. ശുദ്ധ ഭക്തൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധഭക്തൻ പറഞ്ഞാൽ ആ വ്യക്തിക്ക് കൃഷ്ണന്റെ സേവനത്തിനോടല്ലാണ്ട് വേറെ ഒരു കാര്യത്തിനോടും താല്പര്യം ഉണ്ടാവും. കൃഷ്ണന്റെ കാര്യങ്ങളോട് മാത്രം താല്പര്യമുള്ള വ്യക്തിനെയാണ് എന്ത് പറയാ? ശുദ്ധഭക്തൻ എന്ന് പറയും. അപ്പം നമ്മൾ ശുദ്ധഭക്തനാവുക, എന്നിട്ടോ ഭഗവാനെ കുറിച്ച് ഓർക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പം നമ്മളൊക്കെ ചെയ്യുന്നുണ്ടത് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ആ പ്രവർത്തനം കൂട്ടുക, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇതാണ് അതീവ രഹസ്യമായ ജ്ഞാനം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ഔദ്യോഗികമായിട്ട് ധ്യാനിയായിട്ട് നമ്മളിങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന്. ഭക്തന്മാർ ഓടിപ്പടഞ്ഞിട്ടായിരിക്കും ജീവിക്കുക. അവർ ഔദ്യോഗികമായിട്ട് ഇരിക്കുക. അവിടെ ടൈം ജോലിക്ക് പോകണം, അവിടെ രാവിലെ മംഗളാരതി എങ്ങനെയൊക്കെയോ ചെയ്ത് അല്ലേ, ചോറൊക്കെ ടിഫിനൊക്കെ ആക്കി ജോലിക്ക് ഒരു ഓടുമ്പോൾ ബസ്സിലിരുന്നിട്ട് ഹരേ കൃഷ്ണ ഓടി കൃഷ്ണ എന്നൊക്കെ പണ്ട് ബസ് കിട്ടിയാൽ മതിയായിരുന്നു, കൃഷ്ണ കൊണ്ടായിരിക്കും ഓടുക. അങ്ങനെ ഓടിയില്ലേ ആ ജോലി ചെയ്ത് അവിടെ ഇരുന്ന് അവിടെയുള്ള ചീത്തയൊക്കെ കേൾക്കണം അല്ലേ, അവിടെ ജോലി സ്ഥലത്തുള്ള ചീത്തയൊക്കെ കേട്ട് അപ്പോഴും കൃഷ്ണ അർപ്പണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്നല്ലേ സമയത്തിന് കിട്ടും പ്രസാദം കഴിയാൻ ഓടിച്ചാടി കൃഷ്ണ കൃഷ്ണ പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് കൃഷ്ണഭക്തര്. അല്ലാണ്ട് ഇങ്ങനെ ധ്യാനിയായിട്ട് ഇങ്ങനെ 2-3 മണിക്കൂർ ഇരിക്കും. ഔദ്യോഗികമായിട്ടൊരു ധ്യാനിയാകേണ്ട ആവശ്യമില്ല. എന്താ പറയുക? കൃഷ്ണഭക്തൻ എങ്ങനെയാണ്? ചിന്തയിൽ കൃഷ്ണനാണ്, പ്രവർത്തനത്തിനും കൃഷ്ണനാണ് അല്ലേ. അപ്പോഴേക്ക് സൺഡേ കൂടെ ഓടി വരണം, ആ പേപ്പർ നോക്കാണ്ട് സൺഡേ വരണം, അവിടെ പേപ്പർ നോക്കണം അല്ലേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭക്തർ പറഞ്ഞതാണ്. ഇതാണ് ശരിയായ ഭക്തർ പറഞ്ഞത്. അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അല്ലേ, എല്ലാം ചെയ്യുമ്പോഴും കൃഷ്ണനാണ് മുന്നിട്ട് നിൽക്കുന്നത്, എന്നാൽ കർമ്മങ്ങളൊന്നും നിർത്തണമില്ല. അങ്ങനെയാണ് കൃഷ്ണഭക്തി എന്ന് ഇവിടെ പറയുന്നത്. പിന്നെ അതാണ് ഇവിടെ പറഞ്ഞ ഔദ്യോഗികമായിട്ടൊരു ധ്യാനിയാവേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറും കൃഷ്ണസ്മരണ എങ്ങനെ ഉണ്ടാവും ആ രീതിയിൽ ചിട്ടപ്പെടുത്തുക ജീവിതത്തിൽ. 16 മാല ജപിക്കാണ്ടല്ലോ, എല്ലാം ജപിച്ച് തീർന്നിട്ടുണ്ടാവില്ല. അപ്പം ബസ്സിലിരുന്ന് ജപിക്കേണ്ടി വരും. അപ്പം നമ്മൾ എല്ലാ സമയത്തും കൃഷ്ണാബോധത്തിൽ തന്നെയാണ്. പിന്നെ ഇങ്ങനെ കൃഷ്ണാബോധനിഷ്ഠനാകുന്ന ഒരാൾ തീർച്ചയായിട്ടും തൻ്റെ ധാമത്തിലെത്തുമെന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നു. അവിടെ അദ്ദേഹം ഭഗവാനായിട്ട് സഹവസിക്കും. നമ്മൾ എന്താണോ ചിന്തിക്കണം അത് തന്നെ ആവുള്ളൂ കേട്ടോ. അതിൽ വേറെ സംശയം വേണ്ട. നമ്മൾ കുറച്ചിതൊക്കെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. യാന്തി ദേവവ്രതാൻ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രത നമ്മൾ പഠിക്കുന്നു. ഭൂതാനി യാന്തി ഭൂതേജ യാന്തി മധ്യാജിനോന്മ ഒരു ശ്ലോകമുണ്ട് 9:25. ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരുടെ ലോകത്ത് പോകും, ഉറപ്പാണ്. അതും ഇതും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു കാര്യമില്ല അല്ലേ. ഭക്തി എങ്ങനെയായിരിക്കണം? അവ്യഭിചാരം, വ്യഭിചാര ഭക്തി പാടില്ല. വ്യഭിചാരി വന്നെന്താ? ഒന്നിലും ഉറക്കാത്ത ആൾക്കാർ പെണ്ണുങ്ങളെയാണ് വ്യഭിചാരി എന്ന് പറയുന്നത് അല്ലേ. ഒരു പുരുഷനിലും ഉറക്കില്ല.
അത് കഴിഞ്ഞ് അടുത്തേക്ക് പോയി അതിൻ്റെ വ്യഭിചാരി. ഇത് തന്നെയാണ് ദേവന്മാരുടെ ഭക്തരെ പറയുന്നത്. ഭക്തന്മാർ ആദ്യവിചാരി എന്നായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാതിവ്രത്യ. ആരില്? കൃഷ്ണനില്. കൃഷ്ണൻ കണ്ണടച്ച കൃഷ്ണൻ, കണ്ണു തുറന്ന കൃഷ്ണൻ. സർവീസ് ചെയ്യണ കൃഷ്ണന് വേണ്ടി നടക്കുന്ന കൃഷ്ണൻ. അതാണ് പാതിവ്രത്യം. കൃഷ്ണന്റെ അവ്യഭിചാര ഭക്തി വേണം എന്നാണ് ഇവിടെ പറയണത്. എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഭൂതപ്രേതങ്ങളെ ആരാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോകത്ത് പോകും. പിതൃക്കൾ ആരാധിച്ചാൽ വീട്ടിലൊക്കെ അച്ഛനും അമ്മയുടെയൊക്കെ ഫോട്ടോ നിരത്തി വെച്ച് പൂക്കിട്ട് ആരാധിച്ചാൽ അച്ഛൻ അമ്മയുടെ ലോകത്ത് പോകും. അച്ഛനമ്മ എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് പോകേണ്ടി വരും. അവർ പിതൃലോകത്തിലാണോ എവിടെ നമുക്ക് അറിയില്ല. ഇനി അടുത്ത് ഭൂതാനിയാദി ഭൂതേജ്യ. ഭൂതപ്രേതാദികളെ പൂജിച്ച മന്ത്രവാദികളുടെ അടുത്തൊക്കെ പോകാറുണ്ട് ആരെങ്കിലും? എനിക്ക് എൻ്റെ നാളെ ഇന്നതാണ്, ഇത്ര ദോഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയി അവർ നിരന്തരം അവരായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടപ്പെട്ടു. അവരെ ലോകത്ത് ജനിക്കും. ഭൂതപ്രേതങ്ങളുടെ പോയി ഈ പ്രശ്നമൊന്നും മാറില്ല ആര് ചെയ്താലും. നമ്മുടെ ഒരു വിചാരമുണ്ട്, ഈ ദുർമന്ത്രവാദികളുടെ അടുത്തൊക്കെ പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറുന്നു. ഒട്ടും മാറില്ല. നാരായണത്തെ ഭ്രാന്തൻ പറയില്ലേ? നാരായണത്തെ ഭ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തനായതുകൊണ്ടല്ലാതെ നടക്കുമ്പോൾ നമുക്ക് ഭ്രാന്തനാന്ന് തോന്നും. അദ്ദേഹം ഇങ്ങനെ രാത്രി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയാണോ തീയുള്ളത് അവിടെ ഇരുന്നിട്ട് അത് പാചകം ചെയ്ത് കഴിച്ച് അവിടെ കടന്നുറങ്ങും. അതാണ് നാരായണത്തെ ഭ്രാന്തൻ. അദ്ദേഹം അധികവും ശ്മശാനത്തിലായിരിക്കും തീ കിട്ടുക ആൾക്ക്. എവിടെയെങ്കിലും ഒരു പിടി അരി കിട്ടിയിട്ടുണ്ടാവും. ഇദ്ദേഹം നടന്ന് ഏതെങ്കിലും ശ്മശാനത്തിൽ ആരെങ്കിലും കത്തിച്ചാൽ തീ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചിട്ട് കലയിൽ വയ്ക്കും. അങ്ങനെയാണത് വെന്തിട്ടാണ് അത് കഴിച്ച് അവിടെ കിടന്നുറങ്ങാണ് നാരായണത്തെ ഭ്രാന്തൻ ചെയ്യുക. ഈ ആ സമയം ഒരു ദിവസം ഇങ്ങനെ ശ്മശാനത്തിൽ വന്നിട്ട് നാരായണത്തെ ഭ്രാന്തൻ ഇരുന്നിട്ട് ഇവിടെ വന്ന് ഭക്ഷണം പാചകം ചെയ്തിരുന്ന സമയത്താണ് ദേവി ഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചുടലഭദ്രകാളിയാണ് പ്രത്യക്ഷപ്പെട്ടത്. ചുടലയുടെ അധിപതി. ചുടലഭദ്രകാളി പറഞ്ഞാൽ ഭയങ്കര ഭീകര രൂപമാണ്. പേടിക്കും നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. നേരിട്ട് മനുഷ്യന്മാർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട് ഭദ്രകാളി ഇതൊരു മനുഷ്യൻ എന്നെ പേടിയില്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് വിളിക്കും, ഹലോ എന്ന് വിളിക്കും. ഹലോ എന്നായിരിക്കില്ലേ വിളിച്ചത്? അല്ല, അവർ സാൻസ്ക്രീറ്റിലൊക്കെ ആയിരിക്കുമല്ലോ. വിളിച്ചപ്പോൾ എന്താ ചോദിക്കും. അല്ല, നിനക്ക് എന്നെ പേടിയില്ലേ? ഞാൻ നിങ്ങളെന്തിനു പേടിക്കണം ചോദിക്കും. ഒട്ടും പേടിയില്ല. എന്തിനു ഞാൻ നിങ്ങളെ പേടിക്കണം ചോദിക്കും. അല്ല, ഞാൻ ചുടലഭദ്രകാളിയാണ്. ആയിക്കോട്ടെ, എനിക്കെന്താ. അത് നാരായണത്തെ ഭ്രാന്തൻ പറയാം. അവസാനം നാരായണത്തെ ഭ്രാന്തൻ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പരസ്പരം വിശേഷമൊക്കെ പറഞ്ഞു. ദേവി പറയും, എന്തായാലും എന്നെ നീ കണ്ടതല്ലേ, ദർശിച്ചല്ലേ, എന്തെങ്കിലും വരം ചോദിക്കുമോ? അയച്ചോ, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു വരം ആവശ്യമില്ല പറയും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരിട്ട് ദേവന്മാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരം കൊടുത്തോളം ഞങ്ങൾക്ക് നിയമമാണ്. എന്നൊരു കാര്യം ചെയ്യും, എൻ്റെ മരണത്തെ മാറ്റാം. മരണം എപ്പോഴാണെന്ന് അറിയോ ചോദിക്കും. പറയാൻ പറ്റുമോ? പറയാം. ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ബുധനാഴ്ച ഇത്ര മണിക്ക് ഇത്ര സമയത്ത് മരിക്കും നിങ്ങളെന്ന് പറയും. ഒരു കാര്യം ചെയ്യുക, മരണം ഒന്ന് മാറ്റിത്തരും, ആ ഡേറ്റ് ഒന്ന് മാറ്റിത്തരും. അശ്വ അത് പറ്റില്ല എന്ന് പറഞ്ഞു. ദേവിക്ക് അത് പറ്റില്ല. നോക്കൂ, ചുടലഭദ്രകാളി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറയണേ, മരണം മാറ്റാൻ പറ്റില്ല, ടൈം മാറ്റാൻ പറ്റില്ല. ഇത് ഇപ്പുറത്തേക്ക് മാറ്റാൻ പറ്റുമോ? ആ ടൈം നേരത്തെ ആക്കാൻ പറ്റുമോ ചോദിച്ചു. അതും എന്നെ കൊണ്ട് പറ്റില്ല, ആ ടൈം ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താ ഒരു കാര്യം ചെയ്യാൻ, അപ്പം പിന്നെ നിങ്ങളെ കൊണ്ട് എന്താ പറ്റുക? എന്നാൽ പിന്നെ എനിക്കൊന്നും വേണ്ട പറയും. അല്ല, എന്തെങ്കിലും ചോദിക്കും പറയും. എന്നാൽ പിന്നെ എൻ്റെ മന്ത് ഉണ്ട്, എനിക്ക് മന്ത് മാറ്റി തരുമോ ചോദിക്കും. അതും പറ്റില്ല, നിങ്ങളുടെ കർമ്മഫലമായിട്ട് വന്നതാണ്, നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഈ വലതുകാലിലെ മന്തിനെ ഇടതുകാലിലാക്കി മാറ്റാൻ പറ്റും. അത് വേണമെങ്കിൽ ചെയ്യാൻ പറയും. തഥാസ്തു എന്ന് പറയും. ഇപ്പം എന്താ ചെയ്തത്? ഇപ്പോൾ ചുടലഭദ്രകാളി അല്ലേ, വലതുകാലിലെ മന്തിനെ ഇടതുകാലിലാക്കി. ഇതാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയാലും ചെയ്യാൻ പോണ കാര്യം. മനസ്സിലായോ? നിങ്ങൾ എവിടെ പൂജ ചെയ്താലും ഏതാൾക്കാരെ കണ്ടാലും ഇപ്പുറത്തുള്ളതിന് ഇപ്പുറത്തേക്ക് മാറ്റി തരുമോ? അത്രയേ ഉള്ളൂ. വേറൊരു സൊല്യൂഷൻ ഇതിനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് ഓടുന്നത്. മനുഷ്യന്മാർ ഭ്രാന്തായതുകൊണ്ട് സംഭവിക്കുന്നതന്നെ സംഭവിക്കുള്ളൂ. അതിന് ആർക്കും മാറ്റാൻ പറ്റില്ല. അഥവാ മാറ്റണമെങ്കിൽ സുപ്രീം അതോറിറ്റി കൃഷ്ണ ഭഗവാന് മാത്രമേ മാറ്റാൻ പറ്റൂ. എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യണേ അദ്ദേഹം ചെയ്യുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോളറാണ്. ഇവർ ചുടലഭദ്രകാളി എല്ലാത്തിൻ്റെയും കൺട്രോളറല്ല. അവർക്ക് മുകളിൽ ആൾക്കാരുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പൂർണ്ണ സ്വതന്ത്രൻ, അഭിജ്ഞ സ്വരാട്. ആരാണ് സ്വരാട്? ശ്രീകൃഷ്ണ ഭഗവാൻ സ്വരാട്. ഇവൻ നാരായണന്മാർ പോലും സ്വരാടല്ല. അവരിൽ ശംഖചക്ര ഗതാപത്മൊക്കെ ഉള്ളതുകൊണ്ട് കർമ്മത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണ ഭഗവാൻ ഓടപ്പോലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അല്ലേ? അദ്ദേഹത്തിനൊരു കർമ്മമില്ല, സദാനന്ദം, അല്ലേ? അദ്ദേഹമാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയിലാണ് ആനന്ദിക്കുന്ന പാർട്ടിയാണ് അദ്ദേഹം. എല്ലാത്തിനും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കർമ്മമില്ലാണ്ടായത്? അദ്ദേഹം പൂർണ്ണ സ്വരാട്, പൂർണ്ണ സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ വല്ല വിട്ടുവീഴ്ചയും ചെയ്തിട്ട് നമുക്കത് മാറ്റിത്തരാനായിട്ട് സാധിക്കും. എനിക്ക് ഭക്തിയുത സേവനം കുറച്ചുകൂടെ ചെയ്യണം കൃഷ്ണ, അതുകൊണ്ട് കുറച്ച് ആയുസ് നീട്ടി തരുമോ ചോദിച്ചാൽ ആയുസ് നീട്ടി. ഇത് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദർ എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൃഷ്ണസേവനത്തിന് വേണ്ടി ആയുസിനെ നീട്ടി ചോദിക്കാനോ
അല്ലെങ്കിൽ വേഗം ഗോലോകത്ത് കയറണം എന്ന ആഗ്രഹം കൊണ്ട് ആയുസിനെ കുറയ്ക്കാൻ പറയാനോ കൃഷ്ണനോട് പറയാനുള്ള അധികാരമുണ്ട്. കൃഷ്ണൻ മാറ്റിത്തരുന്നു പറഞ്ഞു. അത് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദ് എന്നുള്ള പുസ്തകത്തിലാണ് ഞാനിത് വായിച്ചത് കേട്ടോ, പ്രഭുപാദന്റെ. അപ്പോൾ അത് ഭഗവാന് സാധിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും മറ്റ് ദേവീദേവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കർമ്മപരമായി വരുന്ന സംഭവമാണത്. ഓരോരുത്തരും ചെയ്ത കർമ്മ അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് പോയാൽ പോരെ. എത്ര പേര് അധപതിച്ച് വിഷമിച്ചിരിക്കും, എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയി പോരെ മന്ത്രവാദിയുടെ അടുത്ത്. എല്ലാവരും ആൾക്ക് മാറ്റാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മുടെ കാശ് പിടുങ്ങാൻ വേണ്ടി മാത്രമാണത്. ഒരു മാറ്റം പറ്റില്ല. മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ ശക്തമായ നാമജപം. കർമാണി നിർദ്ദഹടിക്ക് ഹിന്ദുച്ച ഭക്തി ഭാജാം. ഭക്തന്മാരുടെ കർമ്മങ്ങളെ ദഹിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഭക്തിയുത സേവനം ചെയ്ത് നല്ലോണം നാമം ജപിക്കുമ്പോൾ അദ്ദേഹത്തിന് കരുണ തോന്നിയിട്ട്, ഭഗവാന് കരുണ തോന്നിയിട്ട് ആ കർമ്മത്തിന് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? കൃഷ്ണ ഭഗവാനുണ്ട്. അല്ലേ? ബാങ്കിലൊക്കെ കടം വന്ന റൈറ്റ് ഓഫ് ചെയ്യില്ലേ? അതുപോലെ അല്ലേ, കാർഷിക കടം ഒക്കെ എഴുതി തള്ളുന്ന സംഭവമില്ലേ? അതുപോലെ നമ്മുടെ ഈ കർമ്മഭാരങ്ങളെ ഭഗവാന് കരുണ തോന്നുകയാണെങ്കിൽ മാറ്റിത്തരും. അതുകൊണ്ട് കരുണ കിട്ടാനായിട്ട് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത് അല്ലേ, 1865 പറഞ്ഞതാണ്. ഇതാണ് അതീവ രഹസ്യജ്ഞാനം. നിങ്ങൾ എന്താണ് കൃഷ്ണന് വേണ്ടിയിട്ട് ജീവിക്കാം. അപ്പം നമുക്കൊന്നും നഷ്ടപ്പെടുക ചോദിച്ചാൽ ഒന്നും നഷ്ടപ്പെടില്ല. നമ്മുടെ അനുഭവങ്ങളാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആർക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല. കൃഷ്ണന് വേണ്ടി ജീവിച്ചിട്ട് നമ്മുടെ ഭൗതികമായ ഒരു അവസ്ഥയും നഷ്ടപ്പെടില്ല. അതൊന്നും പേടിക്കണ്ട. ഇനി ഏത് രൂപത്തിനെ ആരാധിക്കണം ഇതും കൂടെ പറഞ്ഞാൽ നമ്മുടെ കയ്യാറ് കേട്ടോ. ഏത് രൂപത്തിനെ ആരാധിക്കേണ്ടത്? കൃഷ്ണനിൽ മുടിക്കെട്ടിൽ മയിൽപ്പീലി ചൂടിയ അല്ലേ, എന്താണ്? ബർഹാപീഠം നടവരബഹു കർണയോ കർണികാരം. ബർഹാപീഠം എന്ന് പറഞ്ഞാൽ എന്താ? മയിൽപ്പീലി ചൂടിയ അല്ലേ. പിന്നെയോ 2 കൈകളിലും ഓടക്കൂലേന്തി നിൽക്കുന്ന, ചെവിയിൽ കർണികാര പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹം. അതാണ് കർണയോ കർണികാരം. ബിഭ്രത് ഭാസം കനക കവിശം. കനക നിറത്തിലുള്ള മഞ്ഞപ്പൊട്ട് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മഞ്ഞപ്പൊട്ട് എങ്ങനെ വെച്ചാൽ അല്ലേ, ആ സ്വർണ്ണ കളറിലുള്ള മഞ്ഞപ്പൊട്ട് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈജയന്തിച്ച മാല. അദ്ദേഹം വൈജയന്തി പൂക്കൾ കൊണ്ടുള്ള മാല ഇട്ടിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഓടക്കൂല് വെച്ചിട്ടുണ്ട് അല്ലേ. ഓടക്കൂല് വെച്ചിട്ടുള്ള ശ്യാമസുന്ദര ബ്ലൂയിഷ് ബ്ലാക്ക് കളർ, അതാണ് ഭഗവാന്റെ കളർ അല്ലേ. നീലയുണ്ട് കറുപ്പുണ്ട്, അത് രണ്ടും മിക്സ് ആയിട്ടുള്ള ഭഗവാന്റെ കളർ അല്ലേ. ചെവി വരെ നീണ്ട കണ്ണുകൾ, താമര പോലത്തെ കണ്ണുകളും അല്ലേ, വില്ലുപ്പഴം പോലെ ചുവന്ന ചുണ്ടുകളും ശംഖ് പോലത്തെ കഴുത്താണ് ഭഗവാന്റെ എന്ന് പറയാം. പിന്നെ മുട്ടിന് താഴെയുള്ള നീളമുള്ള കൈകളും അല്ലേ. ശ്യാമസുന്ദര വർണ്ണത്തിൽ ത്രിഭംഗ ലളിതം, 3 മടക്ക് അല്ലേ, വളവോട് കൂടിയിട്ട് കാലിങ്ങനെ പിണച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ ശ്യാമസുന്ദര ഫോമിൽ നമ്മുടെ മനസ്സുറപ്പിക്കുന്ന പ്രഭുപാദിന്റെ ഭാവാർത്ഥാണ് ഇത് വായിക്കുന്നത്. പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഗുരുവാണ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ്. അദ്ദേഹമാണ് പറയുന്നത് നിങ്ങൾ എന്തിൽ മനസ്സുറപ്പിക്കണം. അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ട്, നമ്മൾ എങ്ങോട്ടും കൊണ്ടുപോകണം. ഗോലോക വൃന്ദാവനത്തിൽ കൊണ്ടുപോകാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പ്രഭുപാദ് സ്വാമി വന്നിരിക്കുന്നതിനാണ് ഈ ജീവാത്മാക്കളെ ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ രൂപമാണത്. ശ്യാമസുന്ദരാപ്പം ശംഖചക്ര രൂപമൊക്കെ വൈകുണ്ഠധാമത്തിലെയാണ്. ആ രൂപം ഇവിടെ പറയണില്ല നമ്മളോട് സ്മരിക്കാൻ. ഇവിടെ അതും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മസംഹിത മുതലായ ഗ്രന്ഥങ്ങളിൽ കൃഷ്ണന്റെ പല വർണ്ണനാ ചിത്രങ്ങളുണ്ട്. മനസ്സിൽ ഉറപ്പിക്കേണ്ടത് മൗലികമായ ഈ ശ്യാമസുന്ദര രൂപത്തിലാണെന്ന്. മറ്റ് ഭഗവത് രൂപങ്ങളിലേക്ക് പോലും മനസ്സ് പോകരുതെന്ന് വായിക്കൂ. മറ്റ് ഭഗവത് രൂപങ്ങളിലേക്ക് പോലും മനസ്സ് നീങ്ങരുത്. ഭഗവാൻ കൃഷ്ണന് വിഷ്ണു, നാരായണൻ, ശ്രീരാമൻ, വരാഹം മുതലായ വിവിധ രൂപങ്ങളുണ്ട്. നോക്കൂ പറയണത്, ഭഗവാൻ കൃഷ്ണൻ എന്തൊക്കെ രൂപമുണ്ട്? വിഷ്ണു രൂപമുണ്ട്, നാരായണ രൂപമുണ്ട്, ശ്രീരാമ രൂപമുണ്ട്, വരാഹ രൂപമുണ്ട്. പക്ഷെ അർജുനന് മുന്നിൽ പ്രത്യക്ഷനായ ഭഗവാന്റെ ഈ ശ്യാമസുന്ദര രൂപത്തിലാണ് ഭക്തൻ ശ്രദ്ധ ഏകാഗ്രഹിക്കേണ്ടത്. 18-ാം അധ്യായത്തിൽ 65-ാം ശ്ലോകത്തിലെ ഭാവാർത്ഥാണ്. ഇത് വീട് പോയി എല്ലാവരും വായിച്ചു നോക്കാം. കൃഷ്ണനിൽ ഇങ്ങനെ മനസ്സുറപ്പിക്കലാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും ഗോപ്യമായ വശം, അറിവിന്റെ ഏറ്റവും ഉയർന്ന. നമ്മളെല്ലാം പഠിക്കണം എന്തിനാണ്? ഒരു പണ്ഡിതനാവണം എന്തിനാണ്? എല്ലാം പഠിക്കണം എന്തിനാ? ഏറ്റവും ഉയർന്ന അറിവിന്റെ ഗോപ്യമായ വശം ഏതാ? ഈ ശ്രീകൃഷ്ണ വിഗ്രഹത്തില് ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക. തൻ്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ടാണ് ഭഗവാൻ അർജുൻ ഇത് വെളിപ്പെടുത്തി കൊടുത്തത്, ഈ രൂപം ശ്യാമസുന്ദരം. അപ്പൊ ഇതാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ പ്രാധാന്യം മനസ്സിലായ? എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലായി അല്ലേ? നമ്മൾ എന്താണ് ഉറപ്പിക്കേണ്ടത്? നമ്മുടെ ഭക്തിയുത സേവനം ചെയ്യുക, ഭഗവാന് വേണ്ടി എല്ലാം ചെയ്യുക, ഒന്നും നഷ്ടപ്പെടില്ല. അത് നമ്മൾ ഗ്യാരണ്ടികളാണ്. കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് 16 വർഷമായി ഇസ്കോണിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഭൗതികമായ ഒന്നും തന്നെ ഭഗവാൻ നഷ്ടപ്പെടുത്തി ഊതിക്കളയുന്നത്, ഓടക്കൂല് വെച്ച് ഊതിക്കളയുന്നത്. നമ്മുടെ വീട്ടിൽ നിറച്ച ഓടക്കൂലാണ്. ഭഗവാൻ നമ്മുടേതായിട്ട് ഒരു സംഭവം ഊതിക്കളഞ്ഞിട്ടില്ല ഇതുവരെ. ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, അങ്ങോട്ട് ഒന്നും പോയിട്ടില്ല.
ഒരു നമുക്ക് എല്ലാം ഐശ്വര്യം ഉണ്ടാവുക ചെയ്തു. സത്യമായിട്ടും ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ അല്ലേ, പരിശുദ്ധമായുള്ള ഭക്തന്മാരുടെ സംഘം എത്രയോ സ്ഥലത്ത് നമുക്ക് പോയി കാണാൻ സാധിച്ചു. നമ്മൾ സാധാരണ ഒരാളാണെങ്കിൽ ഇത്രയൊന്നും നമുക്ക് സാധിക്കും തോന്നില്ലേ. എത്രയോ പ്രാവശ്യം വൃന്ദാവനം കാണാൻ പറ്റി. പ്ലെയിനിലൊന്നും ഞാൻ പോയിരുന്നില്ല, പക്ഷേ ഇസ്കോണിൽ വന്നപ്പോൾ പ്ലെയിനിൽ പോകാൻ പറ്റി. ഭൗതികമായ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? സാധാരണ നമ്മൾ ജീവിക്കണം, ചിലപ്പോൾ ഞാൻ പ്ലെയിനിലൊന്നും പോയിന്ന് വരില്ല, സാധാരണ ഒരു ട്രെയിനിലൊക്കെ വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രെയിൻ വരെ എത്തുമായിരിക്കും നമ്മൾ. പക്ഷെ കൃഷ്ണൻ്റെ അടുത്ത് വന്നപ്പോൾ എന്തൊക്കെ സാധിച്ചു. ഭൗതികമായിട്ട് നമ്മൾക്ക് സുഖലോലുപരായിട്ട് തന്നെ ജീവിക്കണം. ഫുഡ് കൃഷ്ണൻ നിവേദിക്കുന്ന കാരണം നമുക്ക് സാധാരണ ഒരു കറി ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ല, നിർബന്ധിച്ച് ജീവിപ്പിക്കാം നമ്മളെ കൃഷ്ണൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ സിമ്പിളായിട്ടേ ജീവിക്കുള്ളൂ. പക്ഷെ കൃഷ്ണാബോധത്തിൽ കൃഷ്ണ വിഗ്രഹം വീട്ടിലുണ്ട്, സമാധാനമില്ലേ കൊടുക്കാതെ. മടിയുണ്ടെങ്കിലും നിവൃത്തിയില്ല. കൃഷ്ണൻ നല്ലോണം ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അതിലേക്കും നമ്മൾ കഴിക്കും. അപ്പോൾ ഫുഡിൽ കുറവില്ല. ഇനി കൃഷ്ണൻ്റെ സത്സംഗത്തിൽ വരുമ്പോൾ എങ്ങനെയും വരാൻ പറ്റുമോ? വളരെ നന്നായിട്ട് തന്നെ വരണം. അപ്പോൾ അത് എങ്ങനെ പോയാലും ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ സന്തോഷമായിട്ട് ജീവിതമാണ് നമുക്ക് കിട്ടിയത്. ഒരിക്കലും ഒരു കുറവും ഇന്ന് വരെ ഒരു കുറവുണ്ടായില്ല. ഞങ്ങൾ നെയ്വിളക്ക് ആദ്യമായിട്ട് നെയ്യ് നിറച്ചൊഴിച്ച് നെയ്വിളക്ക് കത്തിച്ചു ഫസ്റ്റ് ഇസ്കോണിൽ വന്നപ്പോൾ. അന്നാണ് തുടങ്ങിയത്. അതിനുശേഷം 16 വർഷമായിട്ട് നെയ്ക്കൊരു കുറവ് വീട്ടിലുണ്ടായിട്ടില്ല. അത് കുറേ ഉപയോഗിച്ച് ഇനിയിപ്പോൾ ഇല്ലാണ്ടാവുമെന്നല്ല, നമുക്ക് കൂടിക്കൂടി വരികയാണ് നെയ്യിൻ്റെ വാങ്ങിക്കാനുള്ള അവസ്ഥകളും. പിന്നെ അല്ലാണ്ട് കിട്ടുകയും ചെയ്യും നെയ്യ്. അമ്മയാലും ബന്ധുക്കളാണ് എല്ലാവരും നെയ്യ് കത്തിച്ചുകൊണ്ട് നെയ്യ് കൊണ്ടുതരും, എക്സ്ട്രയും കിട്ടും നമ്മൾക്ക് വാങ്ങിക്കാൻ. അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഭക്തി മാർഗം സ്വീകരിച്ചുകൊണ്ട് ഭൗതികമായ ഒരു അവസ്ഥയും നഷ്ടമാവില്ല. പിന്നെ ഭൗതികമായ അവസ്ഥ നഷ്ടപ്പെടുന്ന അവർ കർമ്മഫലമാണത്. നമ്മുടെ മുൻകാലങ്ങളിൽ ചെയ്ത ഒരുപാട് ദോഷകർമ്മങ്ങളുണ്ട്, അത് പോകാനുണ്ട്. അത് ശുദ്ധീകരിക്കലും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പോകുമ്പോൾ നമുക്ക് കുറേ നഷ്ടങ്ങൾ തോന്നും. നമുക്ക് അത് നല്ലതിനാണ് ആ നഷ്ടം. ആ ശുദ്ധമായി വരും നമ്മൾ. ആ എല്ലാം മാറിയിട്ട് നമുക്ക് പരിശുദ്ധമായ അവസ്ഥയിലെത്തുമ്പോൾ ഇതൊക്കെ തിരിച്ചു കിട്ടും. കുചേലിന് ഒന്നും കൊടുക്കേണ്ട അവസാനം എല്ലാം കൊടുത്തില്ലേ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമ്പത്ത് നഷ്ടപ്പെടും. ഓടക്കൂലി വെച്ചാൽ ഓടക്കൂലില്ലാത്ത ഭഗവാനെ വയ്ക്കൽ ഒരു ഭംഗിയില്ല. വീട്ടിൽ ഓടക്കൂലില്ലാണ്ടായി ഭഗവാനെ കാണാൻ എന്തെങ്കിലും ഭംഗിയില്ലോ? മലയാളിയുടെ ഓടക്കൂലൊക്കെ മാറ്റി വെച്ച് ഊതിക്കളയും അത്രേ. അങ്ങനെയാണ് വീട്ടിൽ ഊതി വലിച്ചെടുക്കുന്നു. സ്വർണ്ണോ എന്തൊക്കെ ഒന്നുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഐശ്വര്യം വർദ്ധിച്ചിട്ടേ ഉള്ളൂ ഭക്തിയിൽ വന്നവർക്കൊക്കെ. കാണാനും ഭംഗി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ നമ്മുടെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം. ഒരു ചന്തം വന്നിട്ടുണ്ട് ഭക്തിയിൽ വരുമ്പോൾ. നമ്മൾ ഐശ്വര്യറായി എന്നല്ല പറയണത്, നമ്മളുടെ അറിയിക്കുന്ന രൂപത്തിനേക്കാളും നന്നായിട്ടുണ്ട്. നമ്മൾ ചെയ്തു വെച്ച പ്രവൃത്തി വെച്ചിട്ട് വളരെ മോശം രൂപത്തിനെ വിധിച്ചിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഭക്തിയിൽ വന്നപ്പോൾ നമ്മൾ ഒരു ഐശ്വര്യവും ഒരു സന്തോഷവും ഒരു ഭംഗിയൊക്കെ വരും. എന്തുകൊണ്ടും നമ്മൾ ഒരു പടി നമ്മൾക്ക് അർഹതപ്പെട്ടേക്കാളും നന്നാവണം. നമ്മൾ വിചാരിക്കുമ്പോൾ കമ്പാരിസൺ ഇതിലൊന്നും വരാത്തൊരു എത്രയും നല്ലതിന്, അങ്ങനെയല്ല. നമുക്ക് അർഹതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവർക്ക് അർഹതപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവരങ്ങനെ ഇരിക്കണേ. നമ്മൾ വിചാരിക്കില്ല കാവ്യമാധവനൊക്കെ സ്കൂളിൽ വന്ന് കാണുമെന്ന് വിചാരിക്കരുതെന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനല്ല, അവരുടെ കർമ്മഫലം അനുസരിച്ച് അവർ അങ്ങനെ ജനിക്കാൻ വിധിച്ചു. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് അങ്ങനെയല്ല, തെറ്റായ കർമ്മമാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇസ്കോൺ കാരണം എന്തായാലും നന്നാവാൻ പറ്റി, അതല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ യോഗ്യതയും നമ്മുടെ കർമ്മവും വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ ലോട്ടറി അടിച്ചിരിക്കുകയാണ് എല്ലാ കാര്യം. സുഖമായി ജീവിക്കണു, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല ഫുഡിലെ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കണം, എല്ലാ രീതിയിലും അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതെന്തുകൊണ്ടാണ്? കൃഷ്ണാബോധത്തിൻ്റെ ലോട്ടറിയാണ്. നമുക്ക് സത്യത്തിൽ അത് വിധിച്ചിട്ടില്ല. കൃഷ്ണൻ കാരണം ഇതൊക്കെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ പേടി വേണ്ട. എല്ലാവരും ഒരു പേടിയാണ് കൃഷ്ണൻ അങ്ങനെ പരീക്ഷിക്കാനുള്ളതൊന്നും നമ്മളായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കൃഷ്ണൻ പരീക്ഷിക്കണേ ഷഡ്ഗോസ്വാമിമാരുടെ ലെവലിലൊക്കെ എത്തണം. നമ്മളത് ഭഗവാൻ അറിയാം. ഒരു പരീക്ഷ നടത്തി ഒരു തലവേദന വന്നാൽ ജപിക്കില്ല അത്, അല്ലേ? സത്യമില്ലേ? ഞാൻ തലവേദന വന്നാൽ ജപിക്കാറില്ലേ? അത് മാറത്തെ കൊണ്ട് വെയിറ്റ് ചെയ്യും. സത്യമാണ്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നല്ല കടുത്തൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ജപമാല അവിടെ ആദ്യം മാറ്റി വയ്ക്കും, എന്നിട്ട് ഒക്കെ മാറി സൂപ്പറാകുമ്പോഴേ ജപിക്കുള്ളൂ. അങ്ങനത്തെ ആളുകളാണ് നമ്മളെന്ന് നമ്മളെക്കാളും കൂടുതൽ കൃഷ്ണൻ അറിയാം. പിന്നെയല്ല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അടുത്തൂടെ വലിയ ഭഗവാൻ പരീക്ഷിക്കാൻ, അല്ലേ? അത് ഭഗവാൻ പരീക്ഷിക്കുകയില്ല, നമ്മൾ പരീക്ഷിക്കില്ല, പേടിക്കണ്ട. പരീക്ഷിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആരാണോ ഷഡ്ഗോസ്വാമിമാരുടെയോ അല്ലെങ്കിൽ നമ്മളുടെ പൂന്താനത്തിൻ്റെയോ ഒക്കെ ഒരു ലെവലിലെത്തണം പരീക്ഷിക്കണമെങ്കിൽ. അപ്പോൾ ആ പേടി വേണ്ട. ഇനി മായാണ് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ. നമ്മൾ മായ എങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കുറച്ച് സ്കൂളിൽ പോകുന്നത് അങ്ങോട്ട് പോകണ്ട, നോക്കാം, വേറെ എന്തെങ്കിലും കാണിച്ചു തരാം, അപ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അങ്ങനെ മായ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ
വ്യക്തമായിട്ടും ശ്യാമസുന്ദര ഫോമിൽ മനസ്സ് ഉറപ്പിക്കുക. കൃഷ്ണ കണ്ണടച്ചാൽ ആ നീല കളറും ആ ചെവിയുടെ നീണ്ട കണ്ണുകളും ആ തിലകും ആ വില്ലപ്പഴം പോലെ ചുവന്ന ചുണ്ടും ചന്തി പോലത്തെ കഴുത്തും നമ്മൾ കണ്ണടച്ചാലും തുറന്നാലും ഓർമ്മ വരുന്ന ആ മയിൽപ്പീലി ചുരുണ്ട നീലയും കറുപ്പും ചേർന്ന മുടിയാണ്. ഭഗവാൻ എന്ത് ഭംഗിയായിരിക്കും. ഫുൾ കറുപ്പല്ല, അതിൽ ബ്ലൂ കളറും ഭഗവാന്റെ മുടിയുടെ കളറും. അത് പട്ട് പോലത്തെ ചുരുണ്ട മുടി അല്ലേ, അതുപോലെ ആ അങ്ങനെ നെറ്റിത്തടങ്ങളും ഭഗവാന്റെ എല്ലാം കൂടെ ആലോചിച്ച് നമ്മൾ നാമം ജപിക്കുക, ഭഗവാനെ നമസ്കരിക്കുക, ഭഗവാന് വേണ്ടി ഭഗവാന്റെ പടയാളികളെ പോലെ സർവീസ് ചെയ്യുക. കൃഷ്ണന്റെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാണ്ട് സേവനം ചെയ്യാം. ഇതൊരു നഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. ആരോഗ്യം കൂടിയേ വരുള്ളൂ. നമ്മൾ സർവീസ് ചെയ്യാൻ തുടങ്ങിയോട് കൂടിയിട്ട് ആരോഗ്യം കൂടിയാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. മുടക്കാൻ പറ്റണില്ല. അല്ലെങ്കിൽ നമ്മൾ അല്ലേ വീട്ടിലിരിക്കുമ്പോൾ തീരെ വയ്യ. പക്ഷെ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല. ഭഗവാന്റെ പുരിയിലെ ഭക്തന്മാരെ കണ്ടറിയാം, 6 pack ബോഡീസ്. പുരിയിലെ ഭക്തന്മാർ ചെയ്യുന്ന സർവീസ് അത്രയും ജോലിയാണ് അവർ ചെയ്യണത്. സർവീസ് അത്രയും ഭഗവാന്റെ സേവനം ചെയ്യാനുണ്ട് അവർക്ക്. അവർ വെറും പച്ചക്കറി മാത്രം കഴിക്കണം. അവരെ കണ്ടെങ്കിൽ അവരുടെ സൈസ് കണ്ടെങ്കിൽ നമുക്ക് പേടി, അവരെ തട്ടിട്ട് നമ്മൾ വീഴും. അങ്ങനത്തെ ഭക്തന്മാരാണ് പുരിയിലൊക്കെ സർവീസ് ചെയ്യണത്. അപ്പം നമ്മളെ വിചാരിക്കും നോൺ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ അങ്ങനെ ശോഷിച്ച് ആളുകളുടെ ഓരോ ആളുകളുടെ ഒരു വിഷമമാണ്. നോൺ കഴിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നുമല്ലാണ്ടായി പോകുന്നു. വെജിറ്റേറിയനായ ഭക്തന്മാരെ നിങ്ങൾ കാണണം. അവിടെയൊക്കെ പോയിട്ട് പുരിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് കാണണം. അവരെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയോ ഓരോരുത്തരുടെ. അവർ ഈ വെജിറ്റേറിയൻ ഒന്നും കഴിച്ചിട്ട് എങ്ങനെയും സൈസൊക്കെ ഭക്ഷണത്തിൻ്റെ ഒന്നും അല്ല, അത് പാരമ്പര്യമായിട്ട് വരണതാണ് നമ്മുടെ സൈസൊക്കെ. അതിനൊന്നും ഈ നോൺ വെജിലൊന്നും അതിലൊരു കാര്യമില്ല അല്ലേ. ഭക്ഷണം ഒരുപാട് കഴിച്ചാൽ ഒരുപാട് വണ്ണം വയ്ക്കൊന്നുമില്ല. ചിലപ്പോൾ ഇത്തിരി കഴിക്കുന്നവർ പെട്ടെന്ന് വലുതാവും അല്ലേ. എന്നാൽ നല്ലോണം കഴിക്കാൻ നമ്മുടെ ശരീരത്തിൽ കാണുകയില്ല. ഇത് ഭക്ഷണത്തിൽ നിന്നൊന്നല്ല ബോഡി ഡെവലപ്പ് ചെയ്യണത്. പാരമ്പര്യം അല്ലേ, മുൻജന്മ കർമ്മം, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ സൈസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ നോൺ വെജ് ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ല. ആ ഡോക്ടർമാരോ പലതും പറയും, നിങ്ങളതൊന്നും കേൾക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ 16 വർഷമായിട്ട് നോൺ വെജും ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആശുപത്രിയിൽ ഇന്നവരെ 2 പേരും കിടന്നിട്ടില്ല. പനി സാധാരണ എല്ലാവർക്കും വേണ്ട പനിയില്ല, അത്രയും വന്നത്. ഇനി വരാം, അത് നോൺ വെജ് കഴിക്കാത്തതുകൊണ്ടല്ല വരുന്നത്. അത് പ്രായമാവല്ലേ, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ നോക്കണം. നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് ചെയ്യുക. ശ്യാമസുന്ദര ഫോമിൽ മനസ്സുറപ്പിക്കുക അല്ലേ. എന്താണ് ബർഹാപീഠം നടവരബഹു കർണയോഹോ കർണികാരം, പിന്നെ രന്ധ്രാൻ വേണും അതരസുതരം. അതിന് മുമ്പ് വരില്ലേ ബിഭ്രത് ഭാസം കനക കവിഷം വൈജയന്തിം ചമാല രന്ധ്രാൻ വേണും അതരസുതയോ ആപൂരയൻ ഗോപവൃന്ദേ. പിന്നെ കീർത്തി, അതായത് ബർഹാപീഠം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നെറ്റിയിൽ മയിൽപ്പീലി ചൂടിയ അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്, കർണയോഹോ കർണികാരൻ, ചെവിയിൽ കർണികാര പൂക്കൾ പറഞ്ഞിട്ടൊരു പൂക്കൾ വെച്ചിട്ടുണ്ട് ഭഗവാന്റെ. അത് ഏതാ നമുക്ക് വൃന്ദാവനത്തിലൊക്കെ പോയി അന്വേഷിക്കണം, കർണികാര പൂക്കൾ. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ കനക കപിശം അല്ലേ. കനക കപിശം പറഞ്ഞാൽ സ്വർണ്ണ കളറിലെ മഞ്ഞപ്പൊട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വൈജയന്തി മാലകൾ ചേർത്തിട്ട് ഈ അതരത്തിൽ ഓടക്കൂൽ വെച്ചിട്ട് അദ്ദേഹം ഒരു ശ്രേഷ്ഠനായ നർത്തകനെ പോലെയാണ്. ഒരു 16 വയസ്സുള്ള നല്ല ഭംഗിയുള്ളൊരു ചെറുപ്പക്കാരനെ ആലോചിക്കുന്നത്. അത് അതിസുന്ദരനായിട്ടുള്ള ആ ഭഗവാൻ, ആ കൃഷ്ണ ഭഗവാൻ ആ ശ്യാമസുന്ദര ഫോമിൽ ഈ വൃന്ദാവനത്തിൻ്റെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഗോപന്മാരുണ്ട്. അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു ശ്രേഷ്ഠനായ നർത്തകൻ നടക്കിങ്ങനെ ഒരു ആന നടക്കുന്ന പോലെ നടക്കുന്നത്. ആന ഇങ്ങനെ നടക്കിങ്ങനെ കണ്ടിട്ടില്ലേ, വളരെ ഇങ്ങനെ അലസമായിട്ട് വളരെ അല്ലേ, വളരെ അതുപോലെയാണ് കൃഷ്ണൻ നടക്കുക. ആന നടക്കണ പോലെയെന്ന് പറയാം. ഒരു ഗജവീരൻ എങ്ങനെയാണ് ഭംഗിയിൽ നടക്കുക, അതുപോലെ അത്ര കൃഷ്ണൻ നടക്കാം. ആ നടത്തം അതിൻ്റെ പിന്നെ അപ്പോൾ ഈ ഗോപികമാർക്കും ഇങ്ങനെ എത്തി നോക്കണം. ഭഗവാൻ ഇങ്ങനെ വൃന്ദാവനത്തിന് കാടിനുള്ളിലൂടെ നടന്നു പോകണം, കാണാൻ ഇങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ആ രൂപത്തിനെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക, ദൃഢമായിട്ട് നമ്മൾ ഉറപ്പിക്കുക. ആ രൂപത്തിന് സർവീസ് ചെയ്യുക അല്ലെ, ആൾക്ക് വേണ്ടി എന്തും ചെയ്യുക. അതാണ് ഈ 2 ശ്ലോകം. ഹരേ കൃഷ്ണ. നിർത്തി പറഞ്ഞു. നമസ്കാരം. പറഞ്ഞോളൂ. അതേപോലെ ഹരിനാമാണ് നാസ്തേവതാണ് കണക്ട് ചെയ്തത്. ഒരു ബ്യൂട്ടിഫുൾ കണക്ഷൻ. കൃഷ്ണ ധർമ്മമാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീതയിൽ ധർമ്മം സ്ഥാപിക്കാനാണ് യുദ്ധം മുഴുവൻ. ധർമ്മക്ഷേത്ര കുരുക്ഷേത്രം അർജുനന്
ധർമ്മം ഭരിക്കാനായിട്ട് സ്ഥാപിക്കാനായിട്ട് വിഷ്ണുമായി വരുമ്പോൾ ധർമ്മം ചെയ്യാനാണ് ഭഗവാൻ അതിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഗീത മുഴുവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഭഗവാൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, സ്ട്രെസ് ചെയ്തു സ്ഥാപിക്കുന്നത് ധർമ്മം എങ്കിൽ ശ്യാമം പ്രാപിക്കണം. എന്റെ ഭക്തനാണ് എന്നെ ആരാധിക്കുക. കൃഷ്ണൻ മുമ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് അതൊരു എളുപ്പമാണ് ചെയ്യാൻ. അപ്പൊ ഇതേ കാര്യം പക്ഷേ വീണ്ടും ചൈതന്യ മാത്രം വന്നിട്ട് കലിയുഗത്തിൽ എന്നുള്ളത് സ്ഥാപിച്ചു. യുഗധർമ്മം ഹരിനാമമാണ്. അത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്, ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നത്. ഹരിനാമം ഹരിനാമത്തിന് അപ്പൊ നമ്മുടെ സമയത്ത് ഹരിനാമത്തിന് കൃഷ്ണൻ മുമ്പിൽ വന്നിട്ടില്ല, പക്ഷെ ഹരിനാമം അതേ പൊട്ടൻഷ്യലോടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പൊ യുഗധർമ്മം അവിടെ ചൈതന്യനാമം സ്ഥാപിക്കുന്നത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ സറണ്ടർ ഈ പോയിന്റ് കറക്റ്റ് പ്രഭു പറഞ്ഞത്. എന്താ വെച്ചാൽ നമ്മൾക്കിപ്പോൾ നാമരൂപത്തിലാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്. അതും കൂടെ പറയാം. പോയിന്റ് ശരിക്കും പറയണമായിരുന്നു. നാമ പറഞ്ഞിരുന്നെങ്കിലും ഹരേർനാമ പറഞ്ഞിരുന്നെങ്കിലും ഇത് അവസാനിപ്പിക്കും. കാരണം നമുക്കിപ്പോൾ ശ്യാമസുന്ദര ഫോമ അർജുൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മുന്നിൽ നമുക്ക് വരുന്നത് വിഗ്രഹങ്ങളാണ്, പിന്നെ വരുന്നത് നാമരൂപത്തിലാണ്. നാമരൂപത്തിൽ ഹരിനാമം. അപ്പോൾ ഹരിനാമം ചൊല്ല, അതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. നാമത്തിൽ എല്ലാതും ഭഗവാന്റെ രൂപവും നാമവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നാമം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ അതറിയാതെ സംഭവിച്ചാണ്. സത്യത്തിൽ അത് പ്രഭുവിനോട് വ്യാസാസനത്തിന്റെ പ്രത്യേകതയാണ്. അത് നമ്മളറിയാതെ ഗുരുക്കന്മാരും ആരെങ്കിലും നമുക്ക് അറിയാതെ വന്നു പോകും. അതായത് ഞാൻ വിചാരിച്ചിട്ടില്ല എങ്ങനെ പറയണത്, പക്ഷെ അത് അത് ഭഗവാന്റെയും ഭക്തരുടെയും കരുണയാണ്. അത് അങ്ങനെ സംഭവിക്കും. പ്രഭുപാദ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണമെന്ന്, അത് നമ്മൾ പറയിപ്പിക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ, അതല്ല എന്താ ഭഗവാന്റെ വിഷയമാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല.
പിന്നെ ഭക്തി വിനോദ് മഹാരാജ് ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു അത്രേ, അത് എല്ലാവരുടെയും പറഞ്ഞു. അദ്ദേഹം ഒരു സ്വപ്നം കണ്ട് അദ്ദേഹത്തിന് ഗോലോകത്തിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ 2 ഗോപികമാർ പുറത്ത് നിൽക്കുന്നുണ്ട്. ആരാ ചോദിച്ചു, ഞാൻ എന്നെ ഭക്തനാണ്, 16 മാല ജപിക്കും, ഇതൊക്കെ അനുസരിക്കും, ഞാൻ സന്യാസിയാണ്, ഞാൻ ഇത്രയൊക്കെ സേവനം ചെയ്യുന്നത്, ഇവിടെ നിന്ന് വരാൻ പറ്റും പൊക്കോളം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതം മുഴുവൻ വ്രതെടുത്ത ആളാണെന്ന് പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യം പൊക്കോളം പറയും. എന്ത് പറഞ്ഞാലും 2 ഗോപിമാർ ഇദ്ദേഹത്തിനെ കേട്ടിട്ടുണ്ടായിരുന്നു സ്വപ്നത്തിൽ. അപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, മഹാരാജ് പറഞ്ഞു, ഞാൻ ചെയ്ത സർവീസ് ജീവിതകാലം മുഴുവൻ ചെയ്ത ബ്രഹ്മചാരിയായിരുന്നു, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അവസാനം അദ്ദേഹം, ഞാൻ പ്രഭുപാദിന്റെ മിഷനിലാണ്. അത് ആദ്യം പറയണ്ടത്. പ്രഭുപാദിന്റെ മിഷൻ, പ്രഭുപാദിന്റെ കേട്ടോട് കൂടിയിട്ട് ഗോപിക വേഗം കടത്തി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് സ്വന്തമായി എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും ബ്രഹ്മചാരിയോ എന്തായിട്ടും കാര്യമില്ല, ആ ഗുരുവിന്റെ മെഴ്സി. ബാക്ക് ഡോറിൽ കൂടെ കടത്തുന്ന പറയുന്നത് ഒരു പ്രഭുപാദ്. നിങ്ങൾക്ക് ഫ്രണ്ട് റോഡിൽ എനിക്ക് ബാക്ക് ഡോർ അറിയാമല്ലോ ഗോലോകത്തിൽ, ഞാൻ അത് കൂടെ കയറ്റുന്നതാണ്. അതാണ് ഗുരുവാണ് കയറ്റുക, നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 16 മാല ജപിക്കുക, യമനിയമങ്ങൾ അനുസരിക്കുക, ഭക്തിയുത സേവനം ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ബാക്ക് ഡോർ കൂടെ എനിക്കറിയാം, ഞാൻ അവിടെ കാണാൻ എനിക്കറിയാം. അതൊക്കെയാണ് ഇത് മഹാരാജിന്റെ സ്വപ്നം റിയലൈസേഷൻ ഉണ്ടായതാണ്. എന്താണ് കാലിന്റെ വിരലിലുള്ള നെക്ടർ എടുക്കുന്ന, അതാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരമായി വിചാരിക്കുന്നു. കാരണം അത് ഭഗവാൻ ഒന്നും പ്രിപ്പയർ ചെയ്യണം. ഇതാണ് ഒറിജിനൽ അല്ലേ, പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നതാണ്, ഗുരുപരമ്പര വഴി വരുന്നത് ഒറിജിനൽ. എന്താ പറയണത്, എന്താ ചെയ്യേണ്ടത്, ഏത് സ്ലോ എടുക്കുന്ന ഒരു ഐഡിയ ഇല്ല. പെട്ടെന്നാണ് പ്രഭുവിനെ ഒരു ഗസ്റ്റിൻ്റെ അവനെ വിളിച്ചു വന്നപ്പോൾ. അപ്പോൾ ഇത് ഭഗവാൻ പ്രഭുപാദ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മന്മനാഭാവം പറഞ്ഞു, എന്നെ നമസ്കരിക്കുന്നു ഇവർക്കൊന്ന് പറയണം എന്നുള്ളത് കൊടുത്തിട്ടില്ല. അതാണ് ഇന്ന് മിസ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.